آثما أو كفورا واذكر اسم ربك بكرة وأصيلا ومن الليل فاسجد له وسبحه ليلا طويلا إن هؤلاء يحبون العاجلة ويذرون وراءهم يوما ثقيلا نحن خلقناهم وشددنا أسرهم وإذا شئنا بدلنا أمثالهم تبديلا إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما يدخل من يشاء في رحمته والظالمين أعد لهم عذابا أليما صدق الله العلي العظيم. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നത്, ഒരുമിച്ച് കൂടുന്നത്, അല്ലാഹു തആല അതുവഴി വിശുദ്ധ ഖുർആൻ കാരണം ഉന്നത ദറജ ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതിന് പകരം അല്ലാഹു സ്വർഗം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വർഗം നഷ്ടപ്പെടാൻ കാരണമാകുന്ന ദുനിയാവിലെ സുഖങ്ങൾ, സൗകര്യങ്ങൾ അല്ലാഹു തആല അതിനെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിച്ച് പരിപൂർണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്നും അൽ ഇൻസാൻ സൂറയാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. സൂറത്തുൽ ഇൻസാനിലെ അവസാന ഭാഗം 23 മുതലുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചർച്ചകൾ വരുന്ന ഒരു ഭാഗമാണ് ഇൻസാൻ സൂറയുടെ ലാസ്റ്റ് ഭാഗം. ഞാൻ വളരെ ഹ്രസ്വമായിട്ട് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇൻസാൻ സൂറയിൽ നിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വച്ചത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അവർ നോമ്പനുഷ്ഠിച്ച ദിവസം, നോമ്പ് തുറക്കാൻ സമയം 3 ദിവസം തുടർച്ചയായി അഗതിയും അനാഥയും ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളും ഭക്ഷണം ചോദിച്ചു വന്ന് ഉള്ളത് മുഴുവനും അവർക്ക് കൊടുത്ത കഥ, ആ മഹാപുണ്യത്തെ അല്ലാഹു പ്രകീർത്തിച്ച് പറയുന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇനി അല്ലാഹു പറയുന്നത് നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ നഹ്നു നസ്സൽനാ അലൈക്കൽ ഖുർആന തൻസീലാ. ഇന്നാ നഹ്നു നസ്സൽനാ അലൈക്കൽ ഖുർആന തൻസീലാ. തീർച്ചയായും നബിയെ, താങ്കൾക്ക് പരിശുദ്ധ ഖുർആനിനെ നാം
അല്പാൽപമായി ഇറക്കി തന്നിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിനെ അല്പാൽപമായി നബിയെ താങ്കൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു. ഇത് മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധ ഖുർആനിന് മാത്രമുള്ള പ്രത്യേകതയുണ്ട്. തൗറാത്ത് ഒരു ഗ്രന്ഥമായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് നൽകിയതാണ്. എന്നാൽ മുൻകാല വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധ ഖുർആനിനെ 23 കൊല്ലത്തിനിടയിൽ ഘട്ടം ഘട്ടമായി നബിയിലേക്ക് ഇറക്കി കൊടുത്തു. സൂറത്തുൽ ഖദറിൽ ഖദറിന്റെ രാവിൽ നാം ഖുർആനിനെ ഇറക്കി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന 30 ഭാഗങ്ങളുള്ള 114 സൂറത്തുകളുള്ള 6000-ലധികം വരുന്ന വചനങ്ങളുള്ള ഈ സൂറത്ത് ഖുർആന് മൊത്തം ഒന്നായിട്ട് ഖദറിന്റെ രാവിൽ നബിയിലേക്ക് ഇറക്കി കൊടുത്തു എന്ന് വിചാരിക്കാൻ പാടില്ല. അങ്ങനല്ല. ലൗഹുൽ മഹ്ഫൂൽ എന്ന അടിസ്ഥാന രേഖയിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് ഖുർആനിനെ അള്ളാഹു ഇറക്കിയത് ഖദറിന്റെ രാവിലാണ്. ആ 1-ാം ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം 23 കൊല്ലത്തിനിടയിൽ പരിശുദ്ധ ഖുർആൻ മുഴുവനായിട്ട് ഇറങ്ങി പൂർത്തിയായി. 40 വയസ്സ് പൂർത്തിയായ സന്ദർഭത്തിൽ അവതരണം തുടങ്ങി. പിന്നീട് ആയത്തുകൾ അങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. മക്കയിൽ വെച്ച്, മദീനയിൽ വെച്ച്, നബി എവിടെയാണോ അവിടെ, അത് രാത്രി നട്ടുച്ചക്ക് ഒട്ടകപ്പുറത്ത് പോകുമ്പോ, റസൂല് കിടക്കുമ്പോ, റസൂല് ഇരിക്കുമ്പോ, ആയിഷ ബീവിയുടെ കൂടെ ആകുമ്പോ, സ്വഹാബത്തിന്റെ കൂടെ ആകുമ്പോ, വീട്ടില്, പള്ളിയില്, എല്ലാ സ്ഥലത്തും അള്ളാന്റെ തിരുദൂതരുടെ ശരീരം എവിടെയാണോ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദാഇന്റെ അന്ന് അസറിന്റെ സമയത്ത് ഒട്ടകപ്പുറത്തിരിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് അൽ യൗമ അക്മൽതു ലക്കും എന്ന വളരെ ശ്രദ്ധേയമായ വചനമിറങ്ങിയത്. ആ വചനത്തിന്റെ ഗൗരവം കാരണം അള്ളാന്റെ തിരുദൂതരുടെ വാഹനമായ ഒട്ടകം മുട്ടുകുത്തുകയും അതിന്റെ ശിരസ് മണ്ണിൽ വെക്കുകയും ചെയ്തു. നട്ടപ്പാതിര സമയത്ത് ആയത്തിറങ്ങിയിട്ടുണ്ട്. അല്ലാഹു യഅ്സിമുക മിനൻ നാസ് എന്ന് പറഞ്ഞു. അർദ്ധരാത്രി കിടന്നുറങ്ങുന്ന നബിയെ വിളിച്ചു നിർത്തിയിട്ട് ആയത്ത് ഓതിക്കൊടുക്കുകയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെ ആവശ്യാനുസരണം ഇറങ്ങിക്കൊണ്ടേയിരുന്നു. അത് ഖുർആന്റെ ഒരു പ്രത്യേകത. അത് അല്ലാഹു എടുത്തു പറയാൻ, ഇന്നാ നഹ്നു നസ്സൽനാ അലൈക്കൽ ഖുർആന തൻസീലാ. അല്ലാഹു പറയാൻ, തീർച്ചയായിട്ടും നാം താങ്കളിലേക്ക് വിശുദ്ധ ഖുർആനിനെ അല്പാൽപമായി ഇറക്കി തന്നിരിക്കുന്നു. അപ്പോ മക്കയിലെ വിമർശകർ പറഞ്ഞത്, ഖുർആൻ എന്തുകൊണ്ട് മൊത്തത്തിൽ ഒന്നായിട്ട് ഇറങ്ങുന്നില്ല? മൊത്തത്തിൽ ഇറങ്ങിയ പോലെ നേരെ തിരിച്ചു പോയി. പിന്നെ മൊത്തത്തിൽ ഒന്നായിട്ട് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടാണ്. എന്താണ്? വിഷയത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് അല്പാൽപമായി ഇറക്കി തന്നുകൂടെ എന്ന് അപ്പം നേരെ തിരിച്ചു പോയി. നെഗറ്റീവായി ചിന്തിക്കുന്നവർ, അവരെ നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പ്രയാസം. ഉറങ്ങുന്ന ആളെ നമുക്ക് ഉണർത്താൻ സാധിക്കും. എന്നാൽ ഉറക്ക് അഭിനയിക്കുന്ന ആളുകളെ ഉണർത്താൻ പ്രയാസം. എന്തുകൊണ്ട് ഖുർആൻ അറബി ഭാഷയിലായി? അനറബി ഭാഷയിലായിരുന്നെങ്കിൽ ഞങ്ങൾ അംഗീകരിച്ചിരുന്നു എന്ന് നബിയോട് ചിലർ പറഞ്ഞു. അനറബി ഭാഷയിൽ ഖുർആൻ ഇറങ്ങിയ അവരെന്താ പറയാ? ഞങ്ങൾ അറബികൾ. എന്നിട്ട് ഞങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലല്ലാതെ എങ്ങനെ ഖുർആൻ ഇറക്കിയത് എന്ന് തിരിച്ചു പറയുന്നു. വെറുതെ എന്തെങ്കിലും പറയും. മലക്ക് എന്തുകൊണ്ട് നേരിട്ട് ഞങ്ങളുടെ അരികിലേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചവരുണ്ട്. അതും ഒരു വാശിയാണ്. അതിനൊന്നും സത്യത്തിൽ എന്തില്ല, മരുന്നില്ല. ചെറിയ കുട്ടികൾ വാശി പിടിക്കുന്നത് പോലെ ഇവര് പൊട്ടം കടിക്കുകയാണ്. ഒരുപാട് വിമർശനങ്ങൾ വന്നു. ഏതായിരുന്നാലും അള്ളാഹു പറയുന്നത്, പരിശുദ്ധ ഖുർആനെ അല്പാൽപമായി താങ്കൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു. സ്വഹാബത്തിനൊക്കെ ഭയങ്കര സൗകര്യമായി കാണാതെ പഠിക്കാൻ. അള്ളാന്റെ തിരുദൂതർക്ക് വലിയൊരു മോചിതത്താണ്, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരായത്തിറങ്ങിയാൽ മലക്ക് ഓതിക്കൊടുത്താൽ അത് നബിക്ക് ഹൃദയസ്ഥമായി. റസൂലുള്ളാഹിന്റെ മനസ്സിൽ അത് ഉടനെ തന്നെ പതിയും. കാണാതെ പഠിക്കേണ്ട, ഒരുപാട് ചൊല്ലി പഠിക്കേണ്ട ആവശ്യം നബിക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല. ബാക്കിയുള്ളവർക്ക് ആവർത്തിച്ച് ഓതുമ്പോ കാണാതെ പഠിയും. എന്നാൽ അത് അള്ളാഹു തആല എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഓരോ വിഷയം വരുമ്പോഴാണ് ആയത്തുകൾ ഇറങ്ങുക. ഇനി ഇറങ്ങൂല, ഇതൊക്കെ പൂർത്തിയായി.
അള്ളാഹു അതിനുശേഷം പറയുന്നത് ആ ഖുർആന്റെ വചനങ്ങൾ അവതരിക്കുമ്പോൾ അതിൽ ഒരുപാട് കൽപ്പനകളുണ്ടാവും. ആ കൽപ്പനകൾ നടപ്പിൽ വരുത്തുമ്പോൾ അള്ളാന്റെ തിരുദൂതർക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടും. അതിലൊക്കെ ക്ഷമിക്കണം എന്നാണ്. അതാണ് ശേഷം പറയുന്നത് ഫസ്ബിർ ലിഹുക്മി റബ്ബിക് വലാ തുതിഇ മിൻഹും ആസിമൻ ഔ കഫൂറാ. റബ്ബിന്റെ കൽപ്പനക്ക് നബിയെ താങ്കൾ ക്ഷമിക്കണം. വലാ തുതിഇ മിൻഹും ആസിമൻ ഔ കഫൂറാ. ഒരിക്കലും താങ്കൾ ആ മഹാനിഷേധികളെ, മഹാപാപം ചെയ്യുന്നവരെ അവർക്ക് ഒരിക്കലും താങ്കൾ വഴിപ്പെടരുത്. ഇത് അള്ളാന്റെ തിരുദൂതരോട് അള്ളാഹു പറയാനുള്ള കാരണം പ്രകോപനങ്ങളും അതുപോലെ തന്നെ പ്രലോഭനങ്ങളും പല രൂപത്തിലും അവർ നടത്തിക്കൊണ്ടിരുന്നു. ഇതിലൊക്കെ ക്ഷമിക്കണം. രണ്ട് നിലക്കർത്ഥം വെക്കാം. അള്ളാഹുവിന്റെ കൽപ്പനക്ക് ക്ഷമിച്ചേ മതിയാവൂ. അപ്പോ അള്ളാന്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തണം. അപ്പൊ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവും. അവർ പറയുന്നത് അംഗീകരിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഓല് പറയുന്ന ഒരിക്കലും അംഗീകരിക്കാം. അള്ളാന്റെ വിധിയാണ്. അള്ളാന്റെ വിധിയിൽ ശരിക്കും ക്ഷമിക്കണം. അതിനൊക്കെ ഒരു മറുവശം കൂടി വരാനുണ്ടെന്ന് നല്ലോണം ക്ഷമിച്ചോളൂ. 70-ൽ പരം ആയത്തുകളിലൂടെ അള്ളാന്റെ തിരുദൂതരോട് അള്ളാഹു താല ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞു. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ അള്ളാന്റെ തിരുദൂതനെ മാനസികമായി പ്രയാസപ്പെടുത്താനാണ് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയത്. അള്ളാന്റെ തിരുദൂതരുടെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ളാഹിനെ പരിഹസിച്ച് സംസാരിക്കും. അള്ളാന്റെ തിരുദൂതരുടെ ശരീരത്തിലേക്ക് ചപ്പുചവറുകൾ വേസ്റ്റ് കൂട്ടിയിട്ട് അത് വാരിയിട്ട് നബിയുടെ മേലെ റസൂലുള്ളാഹിന്റെ കുപ്പായം വലിച്ചെറിയൽ, റസൂല് സുജൂദ് ചെയ്യുമ്പോൾ ചവിട്ടാൻ വരൽ, ഒരുപാട് സംഗതികൾ അള്ളാന്റെ തിരുദൂതരെ മാനസികമായി പീഡിപ്പിക്കാൻ അവർ ചെയ്തു. റസൂലുള്ളാഹിന്റെ ചെറിയ കുട്ടികൾ, ആൺകുട്ടികളൊക്കെ മരിച്ചപ്പോൾ അതിന്റെ പേരിൽ വല്ലാതെ കളിയാക്കി. എന്നാൽ അതൊന്നും വിജയിച്ചില്ല. ഇവര് ഓഫറുകൾ നൽകും. 10 പെണ്ണുങ്ങളെ തരാം, അധികാരം തരാം, എല്ലാം തരാം, പക്ഷെ ഒരൊറ്റ കാര്യം ചെയ്യണം, അള്ളാഹു ഏകനാണെന്ന് പറയുന്നത്. പക്ഷെ നബിതങ്ങൾ ഒരു നിലക്കും അവർക്ക് വഴിപ്പെടരുതെന്നാണ്. ഇവർ പലതുമായിട്ടും വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ, അങ്ങനെയുള്ള സാധുക്കളെ ഇസ്ലാമിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കാന്ന് പോലും പറഞ്ഞു. അവരുടെ കൂടെ ഇരിക്കാൻ മാത്രമല്ല ഞങ്ങൾ, അല്ലെങ്കിൽ സമ്പന്നരായ ഞങ്ങൾക്ക് പിന്നെ ഒരു സദസ്സ് സംഘടിപ്പിച്ചു തരണം, പാവങ്ങളായ ആളുകൾക്ക് വേറെ സദസ്സ് സംഘടിപ്പിച്ചോളൂ. ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ ഇവർ വന്ന് പറഞ്ഞു. പക്ഷെ സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞു. പ്രശ്നമില്ലാതിരിക്കാൻ 1 കൊല്ലം ഞങ്ങളൊക്കെ അള്ളാഹുവിനെ ആരാധിക്കാം, അടുത്ത കൊല്ലം ഞങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് താങ്കൾ ആരാധിക്കണം, താങ്കളുടെ അനുയായികളും ആരാധിക്കണം, അങ്ങനെ ഓരോ കൊല്ലം ഇടവിട്ടിങ്ങനെ ആരാധന നടത്താം എന്ന ഒരു വാദവുമായിട്ട് അവർ വന്നു. നമുക്കൊരു കൊല്ലം പോയിട്ട് ഒരു സെക്കൻഡ് അങ്ങനെ ചിന്ത പോലും പാടില്ല, ഒരു നിലക്കും അങ്ങനെ ഒരു ചിന്ത പോലും പാടില്ല. പക്ഷേ ഇവിടെ നോക്കൂ, അവർ ആവശ്യപ്പെട്ടതാണ്. ആ സമയത്തൊന്നും അവർക്ക് ഒരിക്കലും വഴിപ്പെടരുത് അല്ലാഹു തആല ഖുർആനിലൂടെ നബിയോട് പറഞ്ഞു. നബി ആ സത്യമായ നിലപാടിൽ ഉറച്ചു നിൽക്കുക. ഇനി അങ്ങനെ ഒരു പ്രയാസം വരുമ്പോൾ അതിന് ഒരു മറുമരുന്നുണ്ട്. അള്ളാഹുവിലെ ഉള്ള സ്മരണയാണല്ലോ മനുഷ്യന് സമാധാനം നൽകുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാലും നിസ്കാരം എന്നുള്ള കർമ്മം നിർവഹിക്കുമ്പോൾ അതിനൊരു പരിഹാരമാകുന്ന, അതാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്, ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഇ മിൻഹും ആസിമൻ ഔ കഫൂറാ. റബ്ബിന്റെ കൽപ്പനയ്ക്ക് നബിയെ താങ്കൾ ക്ഷമിക്കണം. ഒരിക്കലും സത്യനിഷേധികളെയോ മഹാപാപികളെയോ അവർക്ക് താങ്കൾ വഴിപ്പെടരുത്, അവരെ അനുസരിക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യണം? താങ്കൾ ഇങ്ങനെ ചെയ്യണം. ഇത് നമ്മളോടുള്ള കൽപ്പനയാണ്. നബിയോട് പറഞ്ഞു എന്നുള്ളൂ. വദ്കുരി ഇസ്മ റബ്ബിക ബുക്റതൻ വഅസീല വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ തവീല. അല്ലാഹു തആല 5 നേരത്തെ നിസ്കാരവും അതുപോലെ തഹജ്ജുദ് നിസ്കാരവുമാണ് ഇപ്പോൾ പറഞ്ഞത്. വദ്കുരി ഇസ്മ റബ്ബിക ബുക്റതൻ വഅസീല.
പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിനെ താങ്കളുടെ രക്ഷിതാവിനെ താങ്കൾ സ്മരിക്കണം. വമിനൽ ലൈലി ഫസ്ജുദ് ലഹു, രാത്രിയിൽ നിന്ന് അല്ലാഹുക്ക് സുജൂദ് ചെയ്യണം. വസബ്ബിഹു ലൈലൻ തവീല, രാത്രിയുടെ നീണ്ട സമയം അല്ലാഹുക്ക് തസ്ബീഹ് ചെയ്യണം. പ്രഭാതത്തിലും പ്രദോഷത്തിലും ദിക്ർ വേണം, രാത്രിയിൽ സുജൂദ് വേണം, രാത്രിയുടെ നീണ്ട സമയം തസ്ബീഹ് വേണം. അള്ളാഹു പറയുന്നു നോക്കട്ടെ, ഇത് 5 വക്ത് നിസ്കാരമാണ് ഇപ്പൊ സ്ഥിരപ്പെടുത്തുന്നത്. ചേകനൂരിനെ പോലെയുള്ള ആളുകൾ നേരത്തെ 5 നേരത്തെ നിസ്കാരം അത് ഖുർആനിലില്ല എന്ന് പറഞ്ഞ് വിവാദം ഉണ്ടാക്കി. വെറുതെ ഓരോന്ന് വ്യാഖ്യാനിച്ച് നബിക്ക് തിരിയാത്തതാണ് അയാൾക്ക് തിരിഞ്ഞത്. മിഅ്റാജിന്റെ യാത്രയിൽ 5 നേരം നിസ്കാരവുമായി അള്ളാന്റെ തിരുദൂതർ വന്നതാണ്. റസൂലിനാണല്ലോ ഖുർആൻ ഇറങ്ങിയത്, റസൂലാണ് എല്ലാം വ്യാഖ്യാനിച്ചു തരുന്നത്. ഇയാള് പറയാണ് സുന്നത്ത് അംഗീകരിക്കൂല, നേരെ ഖുർആനിൽ നിന്ന് വിധി കണ്ടുപിടിക്കാന്ന് പറഞ്ഞ വലിയ അബദ്ധത്തിന് ചാടി. ഖുർആനിൽ അള്ളാഹ് പറഞ്ഞെന്താ, പ്രഭാതത്തിലും പ്രദോഷത്തിലും റബ്ബിനെ ഓർക്കണം. അതായത് ഉച്ചക്ക് മുമ്പ് ഉച്ചക്ക് ശേഷം. സുബഹി പെട്ടു, ളുഹർ പെട്ടു, അസ്ർ പെട്ടു, 3 വക്ത് നിസ്കാരമാണ് അതുകൊണ്ട് ഉദ്ദേശം. വമിനൽ ലൈലി ഫസ്ജുദ് ലഹു, രാത്രിയിൽ അല്ലാഹുക്ക് സുജൂദ് ചെയ്യണം. മഗ്രിബും ഇശാവുമാണ് അതുകൊണ്ട് ഉദ്ദേശം. വസബ്ബിഹു ലൈലൻ തവീല, രാത്രിയുടെ നീണ്ട സമയം അല്ലാഹുക്ക് തസ്ബീഹ് ചെയ്യണം. അതുകൊണ്ട് ഉദ്ദേശം തഹജ്ജുദ് നിസ്കാരമാണ്. ആദ്യം തഹജ്ജുദ് നിർബന്ധമായിരുന്നു. 5 നേരത്തെ നിസ്കാരം വന്നപ്പോൾ തഹജ്ജുദിന്റെ നിർബന്ധം അല്ലാഹു പിൻവലിച്ചതാണ്. പക്ഷെ വഫാത്ത് വരെ നബിക്ക് തഹജ്ജുദ് നിർബന്ധമായിരുന്നു, നമുക്ക് സുന്നത്തുണ്ട്. ഞാൻ വിശദീകരിക്കാം. ആദ്യം പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹിനെ ഓർക്കണം. നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഓർക്കുന്ന ഒരു സംവിധാനമല്ല. അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നിസ്കരിക്കുക. നിസ്കാരം എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു അലർജിയാണത്. എന്താ നിസ്കാരത്തെ പറ്റി ഇത്ര പറയാനാണ്? നിസ്കരിക്കാത്തവന് പട്ടിന്റെ വില ഇല്ല എന്നുള്ള, സാക്ഷാൽ ഒരു നായന്റെ വില പോലും നിസ്കരിക്കാത്തവനില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. നിസ്കാരമുണ്ടോ? ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും. നിസ്കാരല്ലേ? ഒന്നുമില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണ്. ഒരു കർമ്മം ഒഴിവാക്കിയാൽ ഇസ്ലാം നിന്ന് പുറത്തു പോകുമോ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഏതിൽ മാത്രമേ ഉള്ളൂ? സ്വഹാബത്തിന്റെ ഇടയിൽ അഭിപ്രായം വന്നത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ മാത്രമാണ്. നിസ്കാരം ഒഴിവാക്കിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുള്ള അഭിപ്രായം സ്വഹാബത്തിനുണ്ട്. വേറെ ഒരു കർമ്മത്തിൽ അങ്ങനെ അഭിപ്രായമില്ല. സക്കാത്ത് ഒഴിവാക്കിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുള്ള അഭിപ്രായമില്ല. സക്കാത്ത് നിങ്ങൾക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ പുറത്തു പോകും. ഹജ്ജ് ഒരാൾ ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. ചെയ്യാൻ കഴിവുണ്ടായിട്ട് ഇതിനുള്ള കുറ്റം ഏറ്റുവാങ്ങിയാൽ മതി. ഹജ്ജ് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ പുറത്തു. നിസ്കാരം നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും പുറത്തന്നെ. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിസ്കാരം ഉപേക്ഷിച്ചാൽ തന്നെ പുറത്തു പോകും എന്ന് ചില സ്വഹാബത്തിന് അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ നിന്ന് പുറത്തു എന്ന് പറയുന്നത്. അതും ഗൗരവമുള്ളതാണ്. സുബഹിസ്കരിക്കാതെ എത്ര ആൾക്കാർ കിടക്കുന്നുണ്ടോ? സുബഹി, ളുഹർ, അസ്ർ, ഈ 3 വക്ത് നിസ്കാരത്തിനെ പറ്റിയാണ് അള്ളാഹു ദിക്ർ എന്ന് പറഞ്ഞത്. ബാക്കിയുള്ള നിസ്കാരം ദിക്ർ തന്നെയാണ്. പക്ഷെ ദിക്ർ എന്ന് പറയാ, തസ്ബീഹ് എന്ന് പറയാ, സുജൂദ് കളഞ്ഞത് ഈ ഭിന്നിപ്പ. ഒരു കൂട്ടർ വന്ന് വോട്ട് ചെയ്ത് ശിർക്കാന്ന് പറഞ്ഞ് വേറൊരു കൂട്ടർ, മറ്റൊരു കൂട്ടർ മക്കബറി പോയ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞു. വേറൊരു കൂട്ടർ വാശിക്ക് വേണ്ടി സുന്നത്തിയമായത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു നല്ല 100 ഇസ്ലാം മദ്രസ അവിടെ നടത്തുമ്പോൾ തൊട്ടപ്പുറത്ത് 200 ഇസ്ലാം മദ്രസ ഉണ്ടാക്കും. അങ്ങനെയാണ്. കുറച്ച് ഗൗരവമാണ്. ഒരു കാര്യം ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ഒന്നാന്ന് പറയുകയും ചെയ്യും.
യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ വസ്തുതാപരമായ കാര്യം എന്താണെന്ന് പഠിച്ചുകൊണ്ട് പുതിയ തലമുറയെ ബോധവൽക്കരിക്കണം. സമത്വ കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിക്കപ്പെട്ടത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണത്തിനാണ്. സുന്നത്ത് ജമാഅത്ത് പറയേണ്ടിടത്ത് സമത്വ പറഞ്ഞിട്ടുണ്ട്, പറയുന്നുണ്ട്. നേരെ മറിച്ച് എവിടെയെങ്കിലും കയറി ചെന്നിട്ട് ഒരൊറ്റ വിദേഹത്തുകാരനും ഇല്ലാത്ത സ്ഥലത്ത് പ്രസംഗിച്ചിട്ട് വഷളാക്കിയിട്ട് അവിടെ വിദേഹത്തര ഉണ്ടാക്കുന്ന പണി സമത്വ ചെയ്തിട്ടില്ല. ആവശ്യത്തിന് പരിധി അനുസരിച്ച് സമത്വ വിദേഹത്തിനോട് ഒരു നിലത്തും രാജ്യമായിട്ടില്ലല്ലോ. ഇന്നേ വരെ സമത്വ കേരള ജമിയത്തുൽ ഉലമ ആ പ്രവർത്തനത്തിൽ ഒട്ടും പുറകോട്ട് പോയിട്ടില്ലല്ലോ. ഒരു സലാം ചൊല്ലൽ നിർബന്ധം. അള്ളാഹു മുതൽ അള്ളാഹു വരെ അതിന്റെ ഇടയിൽ മുഴുവനും നമ്മൾ വജ്ജഹത്തു, ഫാത്തിഹ, സൂറത്ത്, റുക്കൂഴിലും സുജൂദിലുള്ള തസ്ബീഹ്, ഇഅ്തിദാലിൽ ചെല്ലാനുള്ളത്, സുജൂദിന്റെ ഇടയിൽ ചെല്ലാനുള്ളത്, ഒരു ഗ്യാപ്പുമില്ല. നമ്മൾ ചെയ്യുന്നതും പറയുന്നതും അള്ളാഹുവിനേക്ക് വേണ്ടി റബ്ബിന്റെ മുന്നിൽ ഖിബില പരിശുദ്ധ കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് ഒരൊറ്റ പോയിന്റിലേക്ക്, ശരീരം ഖിബിലയിലേക്ക്, മനസ്സ് അള്ളാഹുവിലേക്ക്. അതല്ല നിസ്കാരം. ശരീരം ഖിബിലയിലേക്കാണ്, മനസ്സ് പരിപൂർണമായിട്ട് അള്ളാഹുവിനേക്ക് സമർപ്പിക്കും. ഒരല്പസമയം ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് മനസ്സ് അള്ളാഹ്ക്ക് മാത്രം ഒടിഞ്ഞു കൊടുക്കും. വല്ലാത്ത സമാധാനമാണ്. അപ്പൊ ദിക്റാണത്. മാത്രമല്ല വമിനൽ ലൈലി ഫസ്ജുദ് ലഹു, രാത്രിയിൽ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യണം. അതുകൊണ്ട് ഉദ്ദേശം മഗ്രിബും ഇശാവുമാണ്. 5 വക്ത് നിസ്കാരമായി, 5 നേരം നിസ്കാരമായി. അവിടെ നിസ്കാരത്തിന് സുജൂദ് എന്ന് ഉപയോഗിച്ചു. നിസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകം അതായതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സുജൂദ്. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് അവന്റെ ശിരസ്. ആ ശിരസ് ചവിട്ടുന്ന സ്ഥലത്ത്, തറയിൽ, നിലത്ത്, മുസല്ലയാണെങ്കിലും കാർപ്പറ്റാണെങ്കിലും പായാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ചവിട്ടുന്ന സ്ഥലത്ത് മുഖം വെക്കുകയുള്ളൂ. മുഖമടങ്ങിയ ശിരസ് കൊണ്ടുപോയി വെക്കുക. തല എന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ടതാണ്. അള്ളാന്റെ മുന്നിലല്ലാതെ സഹോദരൻ ആർക്കെങ്കിലും അതിന് സാധിക്കോ? ഏറ്റവും മുകളിലുള്ള ശിരസ് ഏറ്റവും അടിയിൽ കൊണ്ടുപോയി വെക്കണം. ആണ് ചെറുതായി കൊടുക്കുക. അള്ളാന്റെ മുന്നിൽ, സൃഷ്ടാവിന്റെ മുന്നിൽ നമ്മൾ ഒന്നുമല്ല എന്ന് തെളിയിക്കാൻ, ഒന്നുമല്ല. അതുകൊണ്ടാണ് സുജൂദ് വളരെ പ്രധാനപ്പെട്ടതായത്. നിസ്കാരത്തിന് അള്ളാഹു സുജൂദ് എന്ന് പ്രയോഗിച്ചു. റുക്കൂഅ് എന്ന് ചില ആള് പറയുന്നു, നിങ്ങൾ റുക്കൂഅ് ചെയ്യുന്നവരോടുകൂടെ റുക്കൂഅ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറും റുക്കൂഅ് ചെയ്യാനല്ല, നിസ്കരിച്ചോളൂ എന്നാണ് ഉണ്ടാവും. അവിടെ നിസ്കാരത്തിന് റുക്കൂഅ് എന്ന് പ്രയോഗിച്ചു. തസ്ബീഹ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തഹജ്ജുദ് നിസ്കാരത്തിന് അല്ലാഹു വസബ്ബിഹു ലൈലൻ തവീലാ, രാത്രിയുടെ നീണ്ട സമയം നിങ്ങൾ അല്ലാഹുക്ക് തസ്ബീഹ് ചെയ്യണം. അങ്ങനെ പ്രയോഗിക്കാൻ കാരണം സുജൂദില്, റുക്കൂഇലൊക്കെ പ്രധാനപ്പെട്ട തസ്ബീഹുകൾ വരുന്നത് അതുകൊണ്ടാണ്. ഇവിടെ 5 നേരത്തെ നിസ്കാരാണ് അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കി. ഇവിടെ 3 ആക്കാൻ ചില ആൾക്കാർ ശ്രമിച്ചു. അതിനവർ ദുരുപയോഗം ചെയ്ത ആയത്ത് ഇതാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وأقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين. സൂറത്ത് ഹൂദിൽ അല്ലാഹു തആല ഈ സംബന്ധമായി പറയുന്നു. ഇതാണ് ചേകനൂര് വളച്ചൊടിച്ച ആയത്ത്. وأقم الصلاة طرفي النهار, പകലിന്റെ 2 അറ്റങ്ങളിൽ നിസ്കരിക്കണം. വസുലഫം മിനൽ ലൈൽ, രാത്രിയുടെ ചില ഭാഗങ്ങൾ. അപ്പൊ ഇവനെന്താ അർത്ഥം വെച്ചത്? പകലിന്റെ 2 അറ്റങ്ങൾ എന്ന് പറഞ്ഞാല് സുബഹിയും ഏതാണ്, പിന്നെ അസ്റും. അപ്പൊ ഏതൊഴിവായി? ലോഹർ ഒഴിവായി. വസുലഫം മിനൽ ലൈൽ, രാത്രിയിൽ നിന്ന് ഒരു ഭാഗം എന്ന അർത്ഥം വെച്ചത്. അങ്ങനല്ല, പകലിന്റെ 2 അറ്റം എന്ന് പറഞ്ഞാൽ അവിടെ ഉച്ചക്ക് മുമ്പ് ഉച്ചക്ക് ശേഷമാണ്. അപ്പൊ സുബഹി വിട്ടു, ലോഹർ വിട്ടു, അസ്ർ വിട്ടു, 3 വക്തായി. സുലഫം മിനൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നിന്ന് ചില ഭാഗങ്ങൾ എന്നാണ്. സുലഫ് ബഹുവചനാണ്, ചുരുങ്ങിയ 2 ഭാഗം, മഗ്രിബും ഇശാവും. അറബി ഭാഷയുടെ ബാലപാഠം അറിയുന്ന ആളുകൾക്ക് അറിയുന്ന കാര്യമാണ്. ഇയാൾ മഹാവിവരമുള്ള ആളായിട്ട് ഹിദായത്ത് പഠിച്ചും പിൻവലിച്ചാത്രയോ. അതുപോട്ടെ, അയാളെ കാണാനില്ലാത്തതുകൊണ്ട് നമ്മളിഞ്ഞി പറയുമ്പോ വല്ലാതെ പോകണം. അയാളിഞ്ഞിപ്പോ 3 വക്ത് എന്ന് പറഞ്ഞ് വരും തോന്നുന്നില്ല. അള്ളാഹു പോലും വരികയാണെങ്കിൽ അപ്പൊ ചർച്ച ചെയ്യേണ്ടി വരും. നാട്ടിക്ക് പണ്ട് വന്നാൽ അയാളിഞ്ഞി വരൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നോന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ കുടുങ്ങും. അതുകൊണ്ട് അങ്ങനെ പറയണം. നമുക്കറിയില്ല. എന്തായാലും ഇപ്പൊ അയാളില്ല ഹയാത്തിലെന്ന് പറയാം. നോക്കൂ, ഇവിടെ അല്ലാഹു തആല 5 നേരത്തെ നിസ്കാരത്തെ പറ്റി തന്നെ പറയുന്നത്.
ഒരിക്കൽ ഒരാള് നബിയോട് വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ ഒരു പെണ്ണിനെ ചുംബിച്ചു പോയി, ചെറിയൊരു തെറ്റ് അയാളെ ഭാഗത്തുനിന്ന് പറ്റിയെന്നാണ്. അള്ളാന്റെ തിരുദൂതര് ഒന്നും പറഞ്ഞില്ല. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കിത് മറച്ചു വെച്ചുകൂടായിരുന്നു, ഓപ്പണായിട്ട് വന്ന് പറയണം. അപ്പൊ എന്താ, അവരുടെ ഈമാൻ കൊണ്ടാണത്. അതിന് തെറ്റ് പറ്റിപ്പോയി, ഇനി എന്തായാലും ചെയ്യേണ്ടതെന്നാണ്. അള്ളാന്റെ തിരുദൂതർ അദ്ദേഹത്തോട് ഒന്നും പറഞ്ഞില്ല. നബി ഒന്നും പറയാതിരുന്നത്, അയാളിപ്പോ ഒരു പെണ്ണിനെ ഒരു വഴിയിൽ വെച്ച്, ഇടവഴിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ചുംബിച്ചത്, തടഞ്ഞു വെച്ചിട്ട്. അത്രേ നടന്നിട്ടുള്ളൂ, വേറൊന്നും നടന്നിട്ടില്ല, ബലാത്സംഗം ഒന്നും നടന്നിട്ടില്ല. എന്നാലും അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. എന്നാലും അതൊരു തെറ്റന്നെയുള്ളൂ, അതിന് എന്ത് തീരുമാനം പറയേണ്ടതെന്ന് അള്ളാഹുവിൽ നിന്ന് വഹി വന്നോട്ടെ എന്നുള്ള രൂപത്തിൽ നബി ഒന്നും പറഞ്ഞില്ല. അയാൾ ഇറങ്ങിപ്പോയി. ആ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങിയത്. അള്ളാന്റെ തിരുദൂതർ ഉടനെ അയാളെ വിളിക്കാൻ പറ്റും. എന്നിട്ട് ഈ ആയത്ത് ഓതിക്കൊടുത്തു. وَأَقِمِ الصَّلَاةَ طَرَفَيِ النَّهَارِ وَزُلَفًا مِنَ اللَّيْلِ. പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിയിൽ നിന്ന് ചില ഭാഗങ്ങളിലും നിസ്കാരം നിർവഹിച്ചോളൂ. ഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യിആത്ത്. തീർച്ചയായിട്ടും നന്മകൾ അത് തിന്മകളെ നീക്കം ചെയ്യുന്നതാണ്. നിങ്ങളെ ഭാഗത്തുനിന്ന് ചെറിയൊരു തെറ്റ് വന്നുവിട, ഒരു പെണ്ണിനോട് അങ്ങനെ പെരുമാറിയെന്നുള്ളത് സാരല്ല, 5 നേരത്തെ നിസ്കാരം കൃത്യമായിട്ട് നിർവഹിച്ചോളൂ. അതാണ് വലിയ ഹസനാത്ത്, വലിയ നന്മ. അതാണ് ആ നന്മ വഴി ആ തെറ്റ് പോകും. അത് വീണ്ടും തെറ്റെയ്യാനുള്ള ഇതല്ലോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. 5 നേരം നിസ്കരിക്കുക, കാണുന്ന സ്ത്രീകളൊക്കെ തടഞ്ഞു വെക്കുക, ഇല്ലല്ല, അതല്ല അതിന്റെ അർത്ഥം. അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ചില ഗുളിക കുടിച്ചാൽ റിയാക്ഷൻ ഉണ്ടാവും എന്നമാർക്ക് ഈ ആയത്തിന് അങ്ങനെ റിയാക്ഷൻ ഉണ്ടാകരുത്. ആ സംഭവത്തിൽ മറിച്ച് ചിന്തിക്കരുത്. എന്നാൽ ഒരാളെ ഭാഗത്തുനിന്ന് അങ്ങനെ അബദ്ധം സംഭവിച്ചാൽ നിസ്കാരം വഴി അവൻ അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷെ അവൻ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം, പിന്നെ തെറ്റിക്ക് മടങ്ങാനും പാടില്ല, നിസ്കാരത്തുമ്മ തന്നെ പോകണം. അള്ളാഹു പറയുന്നു, അത് ചിന്തിക്കുന്ന ആളുകൾക്കൊരു ഉത്ബോധനമാണ്. ഈ പറഞ്ഞ കാര്യം ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ബുദ്ധി വേണം, ചിന്തിക്കണം, ഇതിനെപ്പറ്റി ചിന്തിക്കണം. അപ്പൊ നിസ്കാരമാണ് ഏറ്റവും വലിയ ഹസനത്ത്. ഇവിടെ 5 നേരത്തെ നിസ്കാരത്തെ പറ്റി പറഞ്ഞിട്ടാണ് അള്ളാഹു പറയുന്നത്, ഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യിആത്ത്. ഹസനാത്തുകൾ സയ്യിആത്തിനെ നീക്കം ചെയ്യുന്നതാണ്, ഇല്ലാതാക്കും. അപ്പൊ നമ്മുടെ മലക്കുകൾ നമ്മുടെ തെറ്റുകളൊക്കെ കർമ്മരേഖയിൽ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കുക വഴി ചെറുദോഷങ്ങളൊക്കെ നാളെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കുറ്റം കാണൂല, തേഞ്ഞു വാങ്ങിപ്പോയി. അതാണ് നിസ്കാരം കൊണ്ട് ഒരുപാട് തെറ്റുകൾ പൊറുക്കപ്പെടും. പക്ഷെ വൻ തെറ്റുകൾക്ക് എന്തു വേണം? വൻ ദോഷങ്ങൾക്ക് നിർബന്ധമായിട്ട് തൗബ വേണം. കള്ളു കുടിച്ചത് നിസ്കരിച്ചുകൊണ്ട് കഴിച്ചില്ല. കള്ളു കുടിച്ചത് പൊറുക്കപ്പെടെങ്കിൽ അതിന് തൗബ തന്നെ വേണം. പിന്നെ ചെറുദോഷം കണ്ടാൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമ്മൾ എടുത്തുനിന്ന് വന്നത്, ആ ചെറിയ തെറ്റുകൾ പൊറുക്കപ്പെടാൻ ഒരുപാട് വഴികളുണ്ട്. ഹക്കടപാടുകൾ ചെറുതാണെങ്കിലും ആരോടാണോ പ്രശ്നം ഉണ്ടാക്കിയത് അത് അവരോട് തന്നെ വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഹക്കടപാട് തീരാൻ. അപ്പൊ ഇത് ഒരു തെറ്റ് വരുമ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നലെ രാത്രി ഒരു 11:30 മണിക്ക് ഒരു ഫോൺ വന്നു. ഞാൻ ഫോണ് എടുത്തപ്പോഴേക്ക് കട്ടായി. പിന്നെ എനിക്ക് അതേ നമ്പറിൽ നിന്നൊരു മെസ്സേജ് വന്നു. അപ്പൊ എന്താണ് മെസ്സേജ്? പിന്നെ വോട്ട് ചെയ്യാൻ കാശ് വാങ്ങുന്നത് ഹലാലാണോ? അയാളെടുത്തിട്ട് നട്ടപ്പാതിരൊക്കെ പൈസ ഇട്ട് ചെന്നാവോ? ആരാ അയച്ചറിയില്ല, നമ്പറേ ഉള്ളൂ. ഞാൻ വിളിക്കാക്കട്ടെ എന്ന് കരുതി ഞാൻ. പിന്നെ നമ്മളതിന് മസലാറിന് കൊടുക്കണം. ഇയാള് മെസ്സേജ് അയക്കുന്നത് വോട്ട് ചെയ്യാൻ കാശ് വാങ്ങൽ ഹലാലാണോ എന്ന് ചോദിച്ചാണ് മെസ്സേജ് അയച്ചത്. ഏതാണാവോ സാധു? അള്ളാഹു എത്ര കിട്ടിയാവോ? ചില ആളുകൾ അങ്ങനെയാണ്, എല്ലാം അന്വേഷിക്കും, എല്ലാം ആലോചിക്കും. വല്ലാതെ ആലോചിച്ച ഒന്നും നടക്കൂല. എന്തായിരുന്നാലും നമ്മുടെ ചെറുദോഷങ്ങളൊക്കെ അത് എന്ത് ചെയ്യും? നമ്മുടെ നന്മകളെ കൊണ്ട് പൊറുക്കപ്പെടും. അതാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു തആല 5 നേരത്തെ നിസ്കാരം, 5 നേരത്തെ നിസ്കാരത്തെ പറ്റിയാണ് ഹൂദ് സൂറത്തിൽ അള്ളാഹു പറഞ്ഞത്. അവിടെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, പകലിന്റെ 2 അറ്റങ്ങൾ, രാത്രിയിൽ നിന്ന് ചില ഭാഗങ്ങൾ. 5 നേരത്തെ നിസ്കാരമാണ് അതുകൊണ്ട് ഉദ്ദേശം. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു മറ്റൊരായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂൻ വഹീന തുസ്ബിഹൂൻ.
വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദ് വഅശിയ്യൻ വഹീന തുൽഹിറൂൻ. അല്ലാഹു തആല സൂറത്തുർ റൂമിലൂടെ 5 നേരത്തെ നിസ്കാരത്തെ പറ്റി പറയുന്നു. സുബ്ഹാനല്ലാഹി ഹീന തുംസൂൻ. സന്ധ്യാസമയത്ത് നിങ്ങൾ സന്ധ്യാസമയത്ത് അള്ളാഹുവിനെ പ്രകീർത്തിക്കണം. നിസ്കാരം അവിടെ തസ്ബീഹ് നമസ്കാരത്തിന് പറഞ്ഞ് നോക്കി. റൂം സൂറത്തിൽ അള്ളാഹു നിസ്കാരത്തിന് തസ്ബീഹാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹി ഹീന തുംസൂൻ. നിങ്ങൾ സന്ധ്യാസമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തണം. മഗ്രിബും ഇശാവും നിർവഹിക്കണം. വഹീന തുസ്ബിഹൂൻ. പ്രഭാത സമയത്തും സുബഹിയാണ് ഉദ്ദേശം. 3 വക്തായി. വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയും നിറച്ച് സ്തുതി അവനിക്കാണ്. വഅശിയ്യാ വഹീന തുൽഹിറൂൻ. വഅശിയ്യൻ സായാഹ്ന സമയത്തും നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തണം. അസ്ർ നിസ്കാരാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. വഹീന തുൽഹിറൂൻ. മധ്യാഹ്ന സമയത്തും നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തണം. 5 നേരം നിസ്കാരായി. സൂറത്ത് റൂമിൽ അങ്ങനെ പറയുന്നത്. സുബ്ഹാനല്ലാഹി ഹീന തുംസൂൻ വഹീന തുസ്ബിഹൂൻ. സന്ധ്യാസമയത്തും പ്രഭാത സമയത്തും. പിന്നെ പറയുന്നത് വഅശിയ്യം വഹീന തുൽഹിറൂൻ. സായാഹ്ന സമയത്തും മധ്യാഹ്ന സമയത്തും അല്ലാഹുക്ക് തസ്ബീഹ് ചെയ്തോളൂ. അവിടെ ആദ്യം സന്ധ്യാസമയം മഗ്രിബും ഇശാവും, പ്രഭാതം സുബഹി, പിന്നെ സായാഹ്നം അസ്ർ, മധ്യാഹ്നം അത് ളുഹ്ർ. ഇങ്ങനെ 5 നേരം നിസ്കരിക്കാൻ അല്ലാഹു തആല ആഹ്വാനം ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ആയത്തുകളിൽ കാണാൻ സാധിക്കും. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നത്, ഇപ്പൊ ഈ ഹൂദ് സൂറത്തിൽ തന്നെ അല്ലാഹു പറയുന്നത് ദോഷങ്ങളെ ഇല്ലാതെയാക്കുന്ന, നീക്കിക്കളയുന്നു. എന്നാൽ വൻ തെറ്റുകളിൽ അകപ്പെടുന്നതിനെ തൊട്ടും ഒരു കാവൽ 5 നേരത്തെ നിസ്കാരം നൽകുന്ന. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അൻകബൂത്ത് സൂറത്തിൽ പറയുന്നത്, ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നീചവും നികൃഷ്ടവുമായ പ്രവർത്തനങ്ങളെ നിസ്കാരം തടയുന്നതാണ്. നീചമായ പ്രവർത്തനങ്ങളെ, നികൃഷ്ടമായ പ്രവർത്തനങ്ങളെ നിസ്കാരം തടയുമെന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും മഹാ തെറ്റുകൾ ചെയ്യാൻ കഴിയില്ല. കള്ളു കുടിക്കൂല സഹോദര. 5 നേരം നിസ്കരിക്കുന്ന ഒരാൾ എന്തായാലും കള്ളു കുടിക്കൂല. അപ്പൊ കള്ളു കുടിയന്മാർ ചിലർ നേരത്തിന് നിസ്കരിക്കാൻ വരുന്നുണ്ടല്ലോ, അയാളെ നിസ്കാരം ശരിയായിട്ടില്ല. എവിടെ ശരിയാവും? അവന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് കുളിക്കാതെയാണോ അവൻ വരുന്നത്? അല്ലെങ്കിൽ കുളിച്ചിട്ടുണ്ടാവും, നീയത്ത് വെച്ചിട്ടില്ല. കുളി അങ്ങനെ സാധാ കുളി പോലെയാണ്, നല്ല സോപ്പൊക്കെ തേച്ച് കുളിച്ചിട്ടുണ്ടാവും. പക്ഷെ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന് കുളിക്കുമ്പോൾ നീയത്ത് വെക്കണ്ടേ? വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന് നീയത്ത് വെച്ച് കുളിക്കണ്ടേ? വളരെ ശ്രദ്ധിക്കേണ്ട. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വെള്ളമെത്തണം. 2 ഡിമാൻഡ്. ഒന്ന് നീയത്ത്, 2 ശരീരമാസങ്ങനെ വെള്ളത്തിൽ. അങ്ങനെ കുളി, നിർബന്ധമായ കുളി കുളിച്ചാലല്ലേ പിന്നെ അവന്റെ നിസ്കാരം ശരിയാവുള്ളൂ. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ വ്യഭിചാരം ചെയ്യുന്നു, അവൻ പിന്നെ വേണ്ടാത്തത് ചെയ്യുന്നു, അവൻ കള്ളു കുടിക്കുന്നു, എന്നാൽ അവൻ നിസ്കരിക്കാൻ വരുന്നു. അർത്ഥമില്ല. യഥാർത്ഥത്തിൽ നിസ്കാരം ശരിയായാൽ അവന്റെ അടുത്ത് നിന്ന് തെറ്റ് വരൂല. മഹാ തെറ്റുകളിലേക്ക് മനുഷ്യൻ പോകുന്ന ഇതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, 13 വയസ്സുള്ള പെൺകുട്ടിയാണ് 5 വയസ്സുള്ള കുട്ടിയെ മൃഗീയമായിട്ട് കൊന്നത്. പ്ലാസ്റ്റിക്കിന്റെ കവറിലിട്ട് കൂട്ടിക്കെട്ടിയിട്ട് തീ കൊടുത്തു. എന്തേ കാരണം? 13 വയസ്സുള്ള പെൺകുട്ടി ഈ കൊല്ലപ്പെട്ട 5 വയസ്സുകാരന്റെ പിതാവിനാൽ പീഡിപ്പിക്കപ്പെട്ടു. അപ്പൊ ഈ പെൺകുട്ടിക്കൊരു വാശിയായി. നോക്കൂ, ഒരു തിന്മ എത്ര തിന്മകൾ വരുത്തുക. ഈ പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു. ആ ചെയ്ത ആളോട് ഈ പെൺകുട്ടിക്ക് വലിയ പക മനസ്സിൽ തോന്നി. തീർത്തത് അവനെ നേരിട്ട് തല്ലാൻ കഴിയില്ല. അയാളെ തന്നെ ബലാത്സംഗം ചെയ്ത ആളുടെ കുട്ടിയെ, 13 വയസ്സുള്ള കുട്ടിയാണ് കൊന്നത്. ജോസ് ലൂയിസ് എന്ന് പറയുന്ന മെക്സിക്കോക്കാരനായ ഒരു വലിയ എഴുത്തുകാരനും കവിയുമായ ആള്, അദ്ദേഹം ജയിലിൽ തൂങ്ങി മരിച്ചു. വലിയ വാർത്തയായിരുന്നു. മെക്സിക്കോക്കാരനാണ് അദ്ദേഹം. പ്രഗത്ഭനായ ചിന്തകനും എഴുത്തുകാരനും ഒരു കവി കൂടിയായിരുന്നു. അമേരിക്കയിലെ പ്രഗത്ഭനായ കവിയാണ്. 38ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ജയിലിൽ തൂങ്ങി മരിച്ചത്. ജയിലിലെ തള്ള കാരണം എന്താ?
അദ്ദേഹം തന്റെ കാമുകിയെ, ഒരു പെണ്ണിനെ അദ്ദേഹം പ്രേമിച്ചു. എന്നിട്ട് ആ പെണ്ണിനെ അദ്ദേഹം എന്ത് ചെയ്തു? കൊന്നിട്ട് ശരീരം വെട്ടി നുറുക്കി ആ മാംസം അയാൾ ഭക്ഷിച്ചു. അതിന്റെ പേരിലാണ് അദ്ദേഹം പിടിക്കപ്പെട്ടത്. കാമുകിയെ കൊന്നു തിന്നു, അല്ലെ വാർത്തയായിരുന്നു. പോലീസ് ചോദ്യം ചെയ്തപ്പോ ഇയാൾക്ക് വാശി കൂടിയതാണ്. അതായത് 7ാമത്തെ വയസ്സിൽ ഒരാള് പ്രകൃതി വിരുദ്ധമായ രൂപത്തിൽ ഇയാളെ പീഡിപ്പിച്ചു. ജോസ് ലൂയിസ് 7ാമത്തെ വയസ്സിൽ. ആ 7 വയസ്സുകാരന്റെ മനസ്സിലുള്ള ആ പക, അതാണ് പിന്നീട് പുറത്തേക്ക് നല്ലൊരു ചിന്തകനും ഒരു എഴുത്തുകാരൻ, ഒരു കവിയായിരുന്നു. പക്ഷെ ഉള്ളില് മഹാക്രൂരത. അവസാനം തന്റെ കാമുകയെ അറുത്തെടുത്തുന്നു. ഫ്രിഡ്ജിൽ നിന്ന് മാംസം കിട്ടിയെന്നാണ് ബാക്കി, തിന്നീന്റെ ബാക്കി. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട അയാള് ജയിലിൽ വെച്ച് തൂങ്ങി മരിച്ചു. ഒരു തെറ്റ് എത്ര തെറ്റിലേക്കാണ് വരുന്നത്? എല്ലാ തെറ്റുകളുടെയും താക്കോല് കള്ളാണ്. എല്ലാ തെറ്റുകളുടെയും താക്കോല്. ആ താക്കോൽ ഉപയോഗിച്ച് എത്ര തെറ്റുകളാണ് ആൾക്കാർ ചെയ്യുന്നത്. നമ്മളങ്ങനല്ല, നമ്മൾ നേരെ മറിച്ച്. മുഅ്മിനീങ്ങൾ അങ്ങനല്ല. നമുക്ക് വേറെ ചില താക്കോലുകൾ. ഒരാളിപ്പോ വിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത്, ആ സൂറത്ത് തുടങ്ങുന്നത് ഖാഫ് എന്ന് പറഞ്ഞിട്ടാണ്. അതൊരു താക്കോലാണ്. അതൊരു താക്കോലാണ്. ആ സൂറത്ത് നമ്മൾ ഓതുമ്പോൾ ആ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്താ? ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഒറ്റക്ഷരം കൊണ്ട് തുടങ്ങിയ സൂറത്താണ് ഖാഫ്. അസ്മാഉൽ ഹുസ്നയുടെ താക്കോലാണ് ഖാഫ്. ഖദീർ എന്ന അല്ലാഹുവിന്റെ പേരിന്റെ ചുരുക്കമാണത്. ഖഹാറിന്റെ ചുരുക്കമാണത്. ഖയ്യൂമിന്റെ ചുരുക്കമാണത്. അങ്ങനെ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലെ ഒട്ടേറെ പേരുകളുടെ ചുരുക്കമാണ്. അപ്പോ ഒരാള് ഖാഫ്, കുറഞ്ഞ ടൈം മതി, ഖാഫ്. നമ്മളെടുത്ത് അങ്ങനത്തെ താക്കോലാണ്. എങ്കിൽ അള്ളാഹിന്റെ തിരുദൂതൻ പറഞ്ഞത് എല്ലാ തെറ്റുകളുടെയും താക്കോലാണ് മദ്യപാനം. മനോരമ പടത്തിൽ ഫീച്ചർ ഇറക്കിയപ്പോ അതിന്റെ ഹെഡിങ് കൊടുത്തതാണ് മദ്യം സകല തിന്മകളുടെയും താക്കോൽ. നമ്മൾ ചിന്തിക്കേണ്ട, എന്നാൽ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ നമുക്ക് മനസ്സ് വരാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഇബാദത്താണ് സത്യത്തിൽ നിസ്കാരം എന്ന് പറയുന്നത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം എന്ന് പറയുന്നത് അത് നീചമായ നികൃഷ്ടമായ പ്രവർത്തനങ്ങളെ തടയുന്നതാണ്. നിസ്കരിക്കുന്നവരിൽ നിന്ന് ഒരിക്കലും അത്തരത്തിലുള്ളത് വരൂല എന്നാണ്. പക്ഷെ എന്തു വേണം? നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കണം. എന്നാൽ അതേസമയം അവസാന കാലത്ത് വരുന്ന ആളുകൾ അവർ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവർ വലിയ അലംഭാവം കാണിക്കുമെന്നുള്ളത് അതും പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് ആ വിഷയത്തിൽ വളരെയധികം പേടിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ മറിയം സൂറത്തിൽ ഇങ്ങനെ ഒരു ആയത്തിൽ പറയുന്നുണ്ട്. നമുക്കൊരായത്തിൽ ശ്രദ്ധിച്ചോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫ് أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. الله പറയുന്നു فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. അല്ലാഹു തആല കുറെ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞു. ആദ്യം മറിയം സൂറത്തിൽ കഴിഞ്ഞു പോയ നല്ല പ്രവാചകന്മാർ, സദ്വൃത്തരിൽ ഏറ്റവും ഉന്നതരാണ്. ആദം നബി മുതൽ ഒരുപാട് പ്രവാചകന്മാർ, നൂഹ് നബി, ഇബ്രാഹിം നബി, ഇദ്രീസ് നബി, അങ്ങനെ ഒരുപാട് നബിമാരെ പറ്റി പറഞ്ഞ ശേഷം അല്ലാഹു പറയാണ് ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫ്. അവർക്ക് ശേഷം ഒരു പിന്മുറക്കാർ വന്നു. അവരുടെ അവസ്ഥ എന്താ? അവർ നിസ്കാരം പാഴാക്കി. അവർ ശരീരേച്ഛകളെ പിൻപറ്റുകയും ചെയ്തു. അതുകൊണ്ട് ഫസൗഫ യൽഖൗന ഗയ്യ, അവർ ഗയ്യിനെ കണ്ടെത്തിക്കുന്നതാണ്. മനസ്സിലായോ? ആദ്യകാലത്ത് ഒരുപാട് നല്ല ആളുകൾ കഴിഞ്ഞുപോയി. കഴിഞ്ഞ പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹു നിസ്കാരം കൊടുത്തു. അതേസമയം അള്ളാഹു പിന്നീട് പറയുന്നത് അവർക്ക് ശേഷം ഒരു പിന്മുറക്കാര് വന്നു. അവർ നിസ്കാരം പാഴാക്കുന്നവരാണ്. അതോടുകൂടെ ദേഹേച്ഛകളെ പിൻപറ്റുന്നവരുമാണ്. ദേഹേച്ഛകളെ പിൻപറ്റുമ്പോഴാണല്ലോ നിസ്കാരം ഒഴിവാകുന്നത്. സുബഹിക്ക് ശരീരേച്ഛയെ പിൻപറ്റുന്നതാണ് സുഖമായിട്ട് കടന്നുറങ്ങുക.
നമ്മളൊക്കെ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പോരുമ്പോ എന്റെ നാട്ടിൽ മഴയല്ല, ഇവിടെ നല്ല മഴയാണ്. സുബൈക്കാൽ വരുന്ന സമയത്ത് തന്നെ മഴയാണ്. ഞാൻ കരുതുന്നത് തീരെ ആളുണ്ടാവില്ലാവോ, ഇന്ന് സമാധാനമില്ലാത്തൊരു ദിവസമാണ്. മറ്റന്നാൾ അത്രയും ഉണ്ടാവില്ല സമാധാനം. ഈ നേരം ഒരു 10 മണിയാവും പറ്റങ്ങട്ട് സ്വർഗത്ത് കാണാൻ നരകത്ത് കാണാമെന്ന് അറിയാം. പക്ഷെ എന്ത് പ്രശ്നം വരില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹ് ഒരു കുറവുമില്ല. ഇന്ന് ഒരു പ്രതികൂല സാഹചര്യത്തിലാണ് ഇങ്ങോട്ട് വന്നത്, എന്നും വരാം. കാരണം ഇന്ന് അങ്ങനത്തെ ഒരു ദിവസം ഞാൻ പറയുന്നത്, നമ്മൾ എന്നിട്ട് സുബൈക്ക് പള്ളിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ മഴയാണ്. കിടന്നുറങ്ങാൻ എന്തൊരു സുഖമാണ്, കിടന്നുറങ്ങാൻ എന്തോ ഒരു സുഖമാണ്. അപ്പൊ ശരീരേച്ഛക്കെതിരാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാഹു തആല മറിയം സൂറത്തിലൂടെ പറയുന്നത്, ദേഹേച്ഛയെ പിൻപറ്റുന്ന ആളുകൾ അവർ നിസ്കാരത്തെ പാഴാക്കും. അവർക്ക് അല്ലാഹു ഓഫർ ചെയ്യുന്ന എന്താ? ഫസൗഫ യൽഖൗന ഗയ്യാ, അവർ ഗയ്യിനെ കണ്ടെത്തിക്കുന്നതാണ്. ഈ ഗയ്യ് എന്ന് പറഞ്ഞാൽ എന്താ? നരകത്തിലെ ഒരു ചെരുവിനാണ് ഗയ്യ് എന്ന് പറയുന്നത്. അള്ളാന്റെ തിരുദൂതർ പറഞ്ഞത്, നരകത്തിലെ ഗയ്യ് എന്ന് പറയുന്ന മേഖല, അതിന്റെ ചുറ്റുഭാഗത്തുള്ള സ്ഥലങ്ങൾ അതിനെ തൊട്ട് കാവൽ തേടും. അത്രക്കും മാരകമായ ചൂടാണ്, അത്രക്കും മാരകമായ ചൂടാണ് സഹോദര, മാരകമായ ചൂട്. അതാണ് ഗയ്യ്. നിസ്കരിക്കാത്ത ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നതാണ് ഗയ്യ്. നമ്മൾ ശരിക്കും ബോധ്യപ്പെടുത്തി, നമ്മുടെ ആളുകളെ ബോധ്യപ്പെടുത്തി. ഖുർആനിൽ അനവധി സ്ഥലങ്ങളിൽ അല്ലാഹു ഇത് സംബന്ധമായി പറയുന്നു. മറിയം സൂറത്തിൽ നിസ്കാരം പാഴാക്കുന്നവരെ പറ്റി കൃത്യമായി പറയാം. അവർക്ക് ഗയ്യ് ഉണ്ട് എന്നാണ്. ഗയ്യ് എന്ന് പറയുമ്പോ എളുപ്പമുള്ളൊരു വാക്കാണ് പറയാൻ. പക്ഷേ അതേസമയം സഹോദര, അത് മാരകമായ ശിക്ഷയാകുന്നു. അതിൽ മുക്കിനെടുത്താൽ ആളുടെ മാംസം എല്ലിൽ നിന്ന് അടർന്നു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതാണ് ഗയ്യ്. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാവും ചില ശിക്ഷകൾ. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല നിസ്കരിക്കാത്ത ആളുകളെ മഹ്ശറയിൽ ഹാജരാക്കുന്ന രംഗം പറയുന്നു. മഹ്ശറയിൽ അവരെ ഹാജരാക്കിയാൽ അല്ലാഹു പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യൗമ യുക്ഷഫു അൻ സാഖ് ويدعون إلى السجود فلا يستطيعون خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നത്, വയൗമ യുക്ഷഫു അൻ സാഖ്, ഖിയാമത്ത് നാളിനെ പറ്റി അല്ലാഹു പറയാണ്, വയൗമ യുക്ഷഫു അൻ സാഖ്. കാര്യം അതീവ ഗുരുതരാവസ്ഥയിലെത്തുന്ന സന്ദർഭം. നേരെ അർത്ഥം എന്താ? കണങ്കാല് വെളിവാകുന്ന ദിവസം എന്നാണ്. നമ്മളിപ്പോ റോട്ടിൽ ഇങ്ങനെ ഇറങ്ങിക്കണം, ഇവിടെ എല്ലാവരും അവറത്തൊക്കെ മറിച്ച് നല്ല റാഹത്തായി തുണിയൊന്നും മടക്കൂത്താതെ ഇങ്ങനെ ഇറക്കണം. ആ സമയത്താണ് ആരോ പറഞ്ഞു, പേളകിയ 3-4 നായ്ക്കളാണ് വരേണ്ടത്, ഓടിക്കോളിയെന്ന്. കുള്ളങ്ങാടിയിൽ നിന്നല്ല, അവിടെ നിന്ന് വരികയാണ്, വേണമെന്ന് കേട്ടു. നേരെ റോഡിന് കണ്ടോലൊക്കെ കടിച്ചു വരാം. അപ്പൊ നമ്മളെന്താ ചെയ്യാ? എന്താ നമ്മൾ ചെയ്യാ? എല്ലാരും ഓടും. ഞങ്ങളെ കൂട്ടത്തിലാണ് ഞാനും ഓടും. കാരണം നായക്ക് ഖുർആൻ ക്ലാസ് എടുക്കണ്ടാവണമെന്ന് അറിയില്ല, ഞാനും ഓടും. അപ്പൊ ഓടുമ്പോ നമ്മൾ എന്ത് ചെയ്യും? തുണിയൊന്ന് പൊത്തിക്കും. കണങ്കാലം എന്തായാലും വെളിവാകും. അല്ല, തുണിയൊന്നും മടക്കുത്താതെ നമ്മൾ എന്ത് ചെയ്യൂല? ഓടൂല, തട്ടിത്തടഞ്ഞു വീഴും. അതുകൊണ്ട് അതിനുള്ള വിവരമൊക്കെ നമുക്കുണ്ട്. ഒരു ഗൗരവമുള്ളൊരു സംഗതി, ഒരു ദുരന്ത മുഖത്ത് എത്തിപ്പെട്ടാല് അതൊന്നും നമ്മൾ നോക്കൂല. ഓടേണ്ട ഒരവസ്ഥ വരുമ്പോ തുണി പൊക്കി പിടിച്ചെന്ത് ചെയ്യും? പെരും ഓട്ടോ. പിന്നെ ഒരാളെ നമ്മളോട് ചോദിക്കാണ്, സ്ഥലങ്ങൾ ഓടിയ ഓട്ടം ഇല്ല, ഞാൻ അങ്ങനെ ഓടിയിട്ടൊന്നുമില്ല. ഇല്ലെന്നോ, ഞാൻ ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നായക്ക് അങ്ങോട്ട് വരാത്തോണ്ട് ഞാൻ എന്ത് ചെയ്തു? മൊബൈലിൽ പകർത്തി ഇതൊന്ന് കൺട്രോൾ ചെയ്യുന്ന ഈ ജാതി ഓട്ടൊക്കെ ഓടിയാന്ന് അപ്പോഴേ നമ്മൾ ഓർക്കും. ദുരന്തമുഖത്ത് എത്തിപ്പെട്ടാൽ സഹോദരൻ അവിടെ മർമ്മം നോക്കി ആരും നോക്കൂല. എല്ലാരെയും അവസ്ഥ എങ്ങനെയാണ്? ഇതുകൊണ്ടാണ് അല്ലാഹു പറയുന്ന, നാളെ പരലോകത്ത്, നാളെ ഖിയാമത്ത് നാളിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ അവരെ പറ്റി അല്ലാഹു പറയുന്നത്, യൗമ യുക്ഷഫു അൻ സാഖ്, കണങ്കാല് വെളിവാകുന്ന ദിവസമാണത്. എന്റെ ഉദ്ദേശം അതാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത്, വയദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ, സുജൂദ് ചെയ്യാൻ വേണ്ടി ആളുകൾ വിളിക്കപ്പെടുന്നതാണ്, പക്ഷെ അവർക്കതിന് കഴിയില്ല. നിസ്കരിക്കാത്ത ആളുകൾ നോക്കൂ, നിസ്കരിക്കാത്ത ആളുകളോട് മഹ്ശറയിൽ വെച്ച് അല്ലാഹു പറയും സുജൂദ് ചെയ്യുന്നത്.
ആകെ ബേജാറാവും. അവന് സുജൂദ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്യാൻ കഴിയില്ല. ഒരു ഇരുമ്പിന്റെ വടി പോലെ വളയാൻ കഴിയാതെ നടക്കും. ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിയാണ്ട് എന്ത് പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ഒരു പ്രതിയെ കൊണ്ടുവന്നാൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരൊറ്റടിയേക്കാർ ഒരു പോലീസുകാരൻ വന്നിട്ട് ഇരിക്കടാടാ ബെഞ്ചിന്, ഇരിക്കാനാണ് ബെഞ്ചുണ്ടാക്കി. പറഞ്ഞാ പോരെ, തല്ലണമെന്നൊന്നും ചോദിക്കൂല. അവനറിയാം പോലീസ് സ്റ്റേഷനാ, ആ ബെഞ്ചുമേൽ ഒരു പോലീസുകാരൻ ഇങ്ങനെ വന്നിട്ട് ഒറ്റടിയാ ഇങ്ങനെ ഇരിക്കണുണ്ട്, തന്റെ പെരേടാ നീച്ചടാ. അപ്പൊ ഓനല്ല ഇവിടെ തച്ചിരുത്തിയെന്ന് പറയില്ല, പോലീസ് സ്റ്റേഷൻ അതേ എഴുന്നേൽക്കും. ഇനി ഒരു പോലീസുകാരൻ വരുമ്പോ ഓനാർ എപ്പോ കിട്ടുമെന്ന് ഇരിക്കേണ്ടിയിരുന്നു. അങ്ങനെ തന്നെ. അതെന്തിനാണ്? ചെറിയ ഒരു ശിക്ഷയ്ക്ക് ഇവിടെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് എത്ര പേരുണ്ട് സഹോദരൻ, എത്ര പേരുണ്ട്. അപ്പൊ ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ വലിയ പ്രശ്നമില്ല, അടുത്തടി കിട്ടൂലേ. ചെയ്യണം സുജൂദ്. ദുന്യാവ് നമസ്കരിക്കാത്തവനാണ്, അവനോട് നാളെ മഹ്ശറയിൽ വെച്ച് സുജൂദ് ചെയ്യാൻ പറയുമ്പോ അവനിക്ക് അവന്റെ ഊര ഒരിക്കലും വളഞ്ഞു കിട്ടൂല, സുജൂദ് ചെയ്യാൻ കഴിയൂല, തല കുനിക്കാൻ കഴിയൂല. അതോടുകൂടെ ഖാശിയത്തൻ അബ്സാറും, അവരുടെ കണ്ണുകളാകെ അവരുടെ കണ്ണുകൾ പേടിച്ച് വിനയം കാണിക്കും. തർഹഖുഹും ദില്ല, അപമാനം അവരെ ആകെ വലയം ചെയ്യുന്നതാണ്. വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ. ദുന്യാവിൽ വെച്ച് അവർ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരുന്നു. അന്ന് അവർ സുരക്ഷിതരായിരുന്നു, അവർക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞിരുന്നു. അന്ന് വളയാത്ത പ്രശ്നമുണ്ടായിരുന്നില്ല. ഊര വളയുമായിരുന്നു, മുട്ടുവളയുമായിരുന്നു, സുജൂദ് ചെയ്യാൻ കഴിയുമായിരുന്നു. ദുന്യാവിൽ വെച്ച് അന്ന് ചെയ്തില്ല. അന്ന് പലരും പറഞ്ഞു നിസ്കരിക്കണടാ, നിസ്കരിക്കണം, കേട്ടില്ല. മനുഷ്യൻ നന്നായാലും മതി, നിസ്കാരത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. പ്രായമാകുമ്പോണ്ട് ചിലർക്ക് ഒക്കെ നിസ്കരിക്കണം എന്നുള്ളൊരു തോന്നൽ വരൽ, അതും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്. തീരെ നിസ്കരിക്കാത്തവർ, ആ കാര്യം തീരെ ചിന്തിക്കാത്തവർ. നല്ല സ്വഭാവമായിരിക്കും, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യും, സേവനങ്ങളൊക്കെ ചെയ്യും. എല്ലാവരും പള്ളിയിലേക്ക് വരുമ്പോ ഉപരി തിരിച്ചു. വാപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ വാപ്പാന്റെ മയ്യത്ത് പള്ളിയിലേക്ക് എല്ലാവരും കയറ്റിയപ്പോ അതുവരെ പള്ളിയുടെ അരികെ വരെ വന്ന് തിരിച്ചുപോയ മകനെ നമുക്കറിയാം. പേര് പറയണ്ടല്ലോ, സ്ഥലം പറയണ്ട. വാപ്പാന്റെ മയ്യത്ത് കൊണ്ടുവന്നപ്പോ നേരെ പള്ളിയിലേക്ക് അയാളും വന്നു, പള്ളിന്റെ ഗേറ്റിങ്ങറ്റും വന്നു. മയ്യത്തും കൊണ്ട് ആളുകളാണ് പള്ളിയിൽ പോയപ്പോ ഇയാൾ നേരെ തിരിച്ചു വന്നു. ഇയാൾക്ക് വിശ്വാസമല്ല, എന്നാലും ഒപ്പം നിന്നാണ് പോകുന്നു പള്ളി വരെ. പള്ളി അവിടെ ഇല്ലെന്ന് നോക്കിയിട്ട് അയാൾ പോയി. നിങ്ങൾ നോക്കൂ സഹോദര, എത്രയോ ആളുകളില്ലേ അവർക്ക് ഗൗരവം അറിയില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആയത്തിൽ നമ്മൾ ഓതി ഒരു ഒഴുക്കമത്തിൽ പോയാൽ പോരാ സഹോദര. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ വേണം. എങ്ങനെങ്കിലും നിസ്കരിച്ചാലും പോരാ, എങ്ങനെങ്കിലും നിസ്കരിച്ചാൽ പോരാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അത് സംബന്ധമായിട്ട് ഇങ്ങനെ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قد أفلح المؤمنون الذين هم في صلاتهم خاشعون. നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം. ജന്നത്തുൽ ഫിർദൗസ് അതാണ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി. 6000-ലധികം പദവികളുണ്ട് സ്വർഗത്തിൽ. ഖുർആന്റെ ആയത്തിന്റെ എണ്ണം അനുസരിച്ച് അതിൽ പ്രധാനപ്പെട്ട 100 എണ്ണം. അതിൽ ഏറ്റവും ഉന്നതമായത് ജന്നാത്തുൽ ഫിർദൗസ്, അതാണ് ഏറ്റവും വലുത്. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതന്നെ ചോദിച്ചോളൂ. എന്നാൽ ജന്നാത്തുൽ ഫിർദൗസ് ആർക്കാണ് അല്ലാഹു നൽകുക എന്ന് ഖുർആൻ പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم المفلحون. فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون.
الذين يرثون الفردوس الذين يرثون الفردوس هم فيها خالدون. ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, ഖുർആനിൽ 10 ആയത്തുകളുണ്ട്. ഒരു ഭാഗത്ത് അതിലുള്ള കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അവനക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. ആ 10 ആയത്ത്. ആയിഷ ബീവിയോട് ഒരിക്കൽ സ്വഹാബിമാർ ചോദിച്ചു, ആയിഷ ബീവിയെ, അള്ളാന്റെ തിരുദൂതരുടെ ജീവിതം എങ്ങനെയാണ്, എന്താണ് നബിയുടെ ജീവിതം? ആയിഷ ബീവി പറഞ്ഞു, റസൂലിന്റെ ജീവിതം ഖുർആനാണ്. എന്നിട്ട് ആയിഷ ബീവി ഓതിയതും ഇപ്പൊ ഞാൻ ഓതി വെച്ച 10 ആയത്ത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഖുർആനിൽ 10 വചനങ്ങളുണ്ട്. ആ 10 വചനങ്ങളിലുള്ള കാര്യങ്ങൾ ഒരാൾ ശ്രദ്ധിച്ചാൽ അവനിക്ക് സ്വർഗം ഉറപ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി പറയുന്നതോ നബിയുടെ ജീവിതം ഖുർആനായിരുന്നു. എന്നിട്ട് ആയിഷ ബീവി ഓതിയതും ഈ 10 ആയത്തുകൾ. അതെന്തായി? ഈ 10 ആയത്തുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലുള്ള കാര്യങ്ങൾ നബി കൃത്യമായിട്ട് ചെയ്തിരുന്നു. അത് മറ്റുള്ള എല്ലാ ആയത്തുകളെയും പ്രതിനിധീകരിക്കുന്നു. നബിയുടെ ജീവിതം ഖുർആനാണെന്ന് പറഞ്ഞ് ഖുർആനിൽ നിന്ന് ആയിഷ ബീവി ഓതുന്നത് മുഅ്മിനൂനയിലെ ആദ്യത്തെ 10 ആയത്താണ്. അതിൽ എത്ര കാര്യങ്ങളുണ്ടെന്ന് ശ്രദ്ധിച്ചോളൂ. ആദ്യം പറയുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഖദ് സംശയലേശമന്യെന്നറിയിക്കാനാണ് ഖദ് ഉപയോഗിച്ചത്. ഏതാണ് ഈ മുഅ്മിനീങ്ങൾ? അവരുടെ ഐഡന്റിറ്റി എന്താ? الذين هم في صلاتهم خاشعون, അവരവിടെ നിസ്കാരങ്ങളിൽ ഭക്തിയുള്ളവരായിരിക്കും. നിസ്കാരത്തിൽ ഭക്തി, ഇതാണ് വിജയിച്ച മുഅ്മിനിന്റെ അടയാളം. ഒന്ന്, നിസ്കാരത്തിൽ ഭക്തിയാണ്. നിസ്കാരത്തിൽ ഭക്തി എന്ന് പറയുമ്പോൾ നോക്കൂ, അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി പിന്നെ സലാം വീട്ടുന്നത് വരെ അവന്റെ ശ്രദ്ധ എവിടെ തന്നെ വേണം? നിസ്കാരത്തിന്റെ അകത്ത് അല്ലാഹുവിൽ മാത്രമാണ്. അല്പൊക്കെ ചിലപ്പോ ഒരു പാളിപ്പോകല് മാനുഷികമായിട്ട് വരുന്നുണ്ടാവും. റവാത്തിബ് നിസ്കരിക്കലോട് കൂടെ പൊറുക്കപ്പെടും. പക്ഷെ പറ്റാഴ്ച യാതൊരു ശ്രദ്ധയില്ലാത്തവരാണ് നമ്മൾ. നിസ്കാരത്തിന് മുമ്പ് കുറച്ചൊക്കെ ശ്രദ്ധ ഉണ്ടെങ്കിലും നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ഒക്കെ പോയി. തസൗഫിന്റെ പണ്ഡിതന്മാർ പറയുന്നത്, ജമാഅത്ത് നിസ്കാരത്തിൽ ഒരാൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആളുകൾ ആരാണെന്ന് നോക്കാൻ ശ്രമിച്ചാൽ നിസ്കാരം ബാത്തിലാവുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരാള് നമ്മൾ നിസ്കാരം തുടങ്ങിയ ശേഷം നമ്മൾ അടുത്തൊരാൾ വന്നെന്നോ ആരാന്ന് അറിയാനോ ഒരു പൊറുതിയുടെ കാര്യം. പിന്നെ കൂടുതൽ പണിയെടുക്കൊന്നും വേണ്ട, തിരിഞ്ഞു ആരാണ്. അപ്പുറത്തുപ്പുറത്തും നിൽക്കുന്ന ആളെ മനസ്സിലാക്കാൻ ശ്രമിക്കൽ തന്നെ വലിയ പ്രശ്നമാണെന്നാണ്. പിന്നെ പാറ്റേപ്പള്ളിന്റെ ഏറ്റവും ബാക്കിൽ നിന്നിട്ട് ജുമാ നടക്കുമ്പോ എല്ലാരും നോക്കല്ലേ, ആരൊക്കെ മുടി വെട്ടിയത് വെട്ടാത്തത്, പുതിയ ഷർട്ട് ഇട്ടത് ഇടാത്തത്. അതിൽ ഒരാളെ ബാക്ക് നോക്കിയിട്ട് ഒരു പിടുത്തം കിട്ടില്ലെങ്കിൽ പിന്നെ ഓരോ നിസ്കാരത്തിന് അവസാനം വരാൻ തന്നെ. പിന്നെ ഓൻ സലാം വീട്ടിലിപ്പോ വീട്ടോളൂ, അവനോട് തിരിയണം. ഓടെ സലാം വീട്ടുമ്പോ ഓ അവനാത്തത് തിരിഞ്ഞല്ലോ, നിസ്കാരം കൊളായാലോ. തമാശ പറയല്ലോ സഹോദര, റൂക്കോളിന്റെ സമയത്തെങ്ങാനും ഒരു കോയിൻസ് കൊയിഞ്ഞാടി വെക്കണം പോക്കറ്റ്. അതാണ് ഉരുണ്ടാ പിന്നെ സമാധാനം പറ്റ പോയി. അത് ലാൻഡ് ചെയ്യുന്ന എവിടെ നോക്കാം, ഭയങ്കര പ്രശ്നം. ചിന്ത പറ്റ പോവാണ്. നോക്കൂ, ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്നവൻ വിജയിച്ചു, ഭക്തിയില്ലാത്ത നിസ്കരിക്കുന്നവൻ പരാജയപ്പെട്ടു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വിജയിച്ച മോമിനിന്റെ ഒന്നാമത്തെ അടയാളം നിസ്കാരത്തിൽ ഭക്തി വേണം. നിസ്കാരത്തിൽ ഭക്തി വേണം. നിസ്കാരത്തിൽ ഭക്തി വേണം. പൂർവികർക്കൊക്കെ ഇതിൽ വലിയ ശ്രദ്ധയായിരുന്നു, വലിയ ശ്രദ്ധയായിരുന്നു. ഒരു സൂഫി വരെ നിസ്കരിക്കുമ്പോൾ മുന്നിലൂടെ ഒരാൾ പോയി, തടഞ്ഞില്ല. അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് വേറെ ആൾ ചോദിച്ചു, നിസ്കാരത്തിന്റെ മുന്നിലൂടെ നടക്കുമ്പോൾ തടയണ്ടെങ്കിൽ എന്ത് തടയാതിരുന്നത്? ഇയാള് ചോദിക്കാൻ നടന്നീനോ? അറിഞ്ഞിട്ടില്ല. ശ്രദ്ധ എവിടെയാണ്? സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് മുന്നിലൂടെ ആള് പോയതാണ്. ബസറയിലെ ഒരു പള്ളിയിൽ ഒരു സൂഫി വരെ നിസ്കരിക്കുമ്പോ പള്ളിന്റെ ഒരു തൂണ് വീണിട്ട് അങ്ങാടിയിലുള്ള ആളുകളെല്ലാവരും ഓടി വന്നു, ശബ്ദം കേട്ടിട്ട്. മൂപ്പരാർക്കിട്ടില്ല, അയക്കും മുഴുകി. അത്രയൊന്നും ഉണ്ടാവില്ല നിങ്ങൾ കരുതരുത്. ഇപ്പൊ വീട്ടിലെ കുട്ടി കമ്പ്യൂട്ടറിന്റെ മുന്നിൽ കളിക്കുകയാണ്, ഉദാഹരണം പറയണം, അവൻ ഗെയിമിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, ഓഫീസ് റൂമിൽ ഇരുന്ന് കളിക്കുകയാണ്. ആ സമയത്ത് കോളിംഗ് ബെല്ലടിച്ചു. പക്ഷെ ഓനെ ശ്രദ്ധിക്കുന്നില്ല, മോയിലാണ്, ഓൻ വെടിയൊക്കെ അല്ലേ. ഓന്റെ അമ്മായി ഇരുന്നെന്താണ്, അമ്മായി പിന്നെ അടിച്ചു, വാതിലുറക്കാത്ത നേരിട്ട്. ഇവന്റെ ശ്രദ്ധത്തിലാണ്. അടുക്കളയിൽ നിന്ന് ഓന്റെ അമ്മ വന്നിട്ട് വാതിൽ, അപ്പൊ അമ്മ പറഞ്ഞു കൊണ്ട് ആ വാതിലൊന്ന് തുറന്ന് ആരാ വന്നത് നോക്കിക്കൂടെ കുഞ്ഞുമോനെ എന്നും പറഞ്ഞിട്ടാണ് അമ്മ പോകുന്നത്. എവിടെ അമ്മ പറഞ്ഞോ കേട്ടില്ല, ഓന്റെ ശ്രദ്ധത്തിലാണ്. വാതിൽ തുറന്ന് അമ്മായി ഓന്റെ മുന്നിൽ കൂടിയാ പോയത്. കുഞ്ഞുമോനെ കളിക്കാനില്ലേ എന്ന് ചോദിച്ചിട്ടാണ് അമ്മായി നേരെ അടുക്കളയ്ക്ക് പോയത്. അത് പറഞ്ഞിട്ടില്ല.
ഓൻ കുറെ കഴിഞ്ഞവന്റെ കളിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അടുക്കളയിൽ പോയിട്ട് അമ്മായി എപ്പോഴേ വരുന്നു, അമ്മായി എപ്പോഴാ വന്നത്, അമ്മായി ചൂടാവും, അമ്മായിന്റെ കുട്ടി കണ്ടില്ലേ എന്ന് ചോദിച്ചു. എന്റെ ഇവ അറിഞ്ഞില്ല. ഇതൊക്കെ നടക്കുന്നതാണ് സഹോദര. ഇതന്നെയാണ് നല്ല ആളുകൾക്ക് നേരെ എതിരാ. അതായത് മഹാന്മാര് പറയുന്നുണ്ട്, ഒരു മൈതാനിയിൽ കുട്ടികൾ കളിക്കാൻ ഇറങ്ങിയാൽ എത്ര ആവേശം അവർക്കുണ്ടാവും. ഇതുപോലെയാണ് മുഅ്മിനീങ്ങൾക്ക് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചത്. ഭയങ്കര ആവേശം, മടുപ്പുണ്ടാവില്ല. തറാവിയൊക്കെ തുടങ്ങുമ്പോൾ ചിലർക്ക് എന്തോ ഒരു ടെൻഷൻ അറിയാം. ഗൾഫ് പോകുന്നവരൊക്കെയാണ്. ഒരു 10 റക്അത്തിന് കഴിഞ്ഞാൽ 2 കൊല്ലത്തിന് പോയ ആൾക്ക് 1 കൊല്ലം കഴിഞ്ഞ വരക്കാം. ഗൾഫിൽ പോയ ആളുകൾക്കറിയാം, 2 കൊല്ലത്തിന് പോയതാണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഭയങ്കര ടെൻഷനായി കാരണം ഒരു ജീവനുള്ള മയ്യത്തിറക്കുന്നത് പോലെയാണ് എന്ത് ചെയ്യുക, ഒരാൾ ഗൾഫിൽ പോകാന്ന് പറഞ്ഞത്. വരുമ്പോ അല്ല രസാ, പെട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോ റാഹത്ത, പോകുമ്പോൾ പോയവർക്കറിയേണ്ട അവസ്ഥ. വരാപ്പ നമുക്കും ബോധ്യമുണ്ട്, പോകാതെ വരൂലല്ലോ. ഇതേപോലെ തറാവീഹ് 20 റക്അത്തിൽ ഒരു 10 റക്അത്തിന് കഴിഞ്ഞാൽ ഇനി താഴോട്ടാവുള്ളൂ എന്നുള്ളൊരു സമാധാനം ചിലർക്ക്. ഈമാന്റെ അഭാവമാണ്. ഗ്രൗണ്ടിൽ കളിക്കാൻ ഇറങ്ങിയ കുട്ടികളെ പോലെയാണ് സഹോദര കുട്ടികൾക്ക് കളിയിൽ എത്ര താല്പര്യം. ഇതുപോലെയാണ് നിസ്കാരത്തിന്റെ വിഷയം. ആ കളിയിലാണ് മുഴുകിയ ചുറ്റുഭാഗത്ത് നടക്കുന്നതൊന്നും അറിയില്ല. വാപ്പ വടി കൊണ്ട് ബാക്കിലൂടെ ചെല്ലുന്നത് ഓൻ കണ്ടിട്ടില്ല, ഓൻ ശ്രദ്ധിക്കണില്ല. അടിച്ചന്തിമ വീഴുമ്പോ മാത്രം അറിയാം. സഹോദര ഇതുപോലെയാണ്. അങ്ങനെ ആവരുത്. നമ്മൾ എന്ത് ചെയ്യണം, നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത അതിലാകണം. അപ്പൊ വിജയിച്ച മോമിനീങ്ങളുടെ ഒന്നാമത്തെ അടയാളം നിസ്കാരം. രണ്ടാമത്തത് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അവർ ആ നിരർത്ഥകമായ കളി തമാശകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ്. വിജയിച്ച മോമിന് ഒരിക്കലും അനാവശ്യമായ കളികളൊന്നും ഉണ്ടാവില്ല. ആ ആവശ്യത്തിനാകാം. ഒരാളിപ്പോ ഒരു രാവിലെ സമയത്ത് കുറച്ചേരം ഫുട്ബോൾ കളിച്ചു, അവറത്തൊക്കെ മറച്ചിട്ട് അവന്റെ ഉദ്ദേശം എന്താണ്, ആരോഗ്യം ഉണ്ടാവണം, ഞാനെല്ലാം റബ്ബേ ളുഹയൊക്കെ ശരിക്കും നിസ്കരിക്കാൻ പറ്റും. വെള്ളക്കാർക്ക് ചെയ്യുന്ന ആർക്ക് കഴിക്കാൻ അങ്ങനത്തെ കളിക്കാർ ളുഹ നിസ്കരിക്കാനും നിസ്കാരം നിർവഹിക്കാനൊക്കെ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി കുറച്ചേരം കളിക്കുക, കുഴപ്പമില്ല. മാനസിക വളർച്ചയ്ക്ക് ഒരു ആവശ്യത്തിന് കളി കുട്ടികൾക്കൊക്കെ വേണ്ടതാണ്. എന്ന വെറും കളിയായാലോ മഗ്രിബിന്റെ സമയത്ത് ഗ്യാലറിയുമ്പോ വാട്ടം പിടിക്കാൻ പറ്റൂല സഹോദര, അത് അനാവശ്യമാണ്. പിന്നെ പറയുന്നത് മൂന്നാമത്തത് വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും. സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കും, അവരാണ് വിജയിച്ചത്. നാലാമത്തത് വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കുന്നവരായിരിക്കും, വ്യഭിചാര പോലെടുത്തുന്ന വരൂല. അഞ്ചാമത്തത് വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, 5 അല്ലാഹു പറയുന്നത് വിശ്വസിച്ചേൽപ്പിച്ചതിൽ സത്യസന്ധത കാണിക്കും, കരാറ് ചെയ്തവർ പൂർത്തീകരിക്കുന്നതാണ്. ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചാൽ എന്ത് ചെയ്യും, അത് സത്യസന്ധത പാലിക്കണം. ഒരു വാക്ക് പറഞ്ഞ പാലിക്കണം. 1ാം ക്ലാസ്സുകാർക്ക് വരെ സഹോദര ഇതിന് ലംഘനം വരികയാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി റോഡിലൂടെ പോകുമ്പോൾ അവനോട് പറഞ്ഞിട്ട് ഞാനുണ്ട്. ആ കുട്ടി അവിടെ ഓനെ അവിടെ നിർത്തിയിട്ട് ഇവൻ എന്ത് ചെയ്തു, അടുക്കളന്റെ വാതിലിലേക്ക് കൂടി ഇറങ്ങിയിട്ട് മെല്ലെ ചാടി കടന്ന് റോട്ടിൽ ചാടിയിട്ട് ഓന്റെ അയലോകത്തെ കുട്ടിനോട് റോട്ടിൽ അവിടെ നിൽക്കാന്നാണ്. ആ കുട്ടി അവിടെ നിൽക്കാണ്, ഇവനെ കാത്തിട്ട് അവസാനം ബെല്ലടിച്ചിട്ട് ഇവനെ കാണാനില്ല. അവസാനം വരെ പെരീക്ക് വന്നപ്പോ ഓന്റെ അമ്മ പറയണത് കുറെ നേരമല്ലോ പോയിട്ട്. ഇവൻ വേഗം മദ്രസ പോയതാണ്. എന്തിന്, ഇനി ഇവൻ വരുമ്പോ ഓന് 2 അടിയിട്ടുണ്ട് കാണണം നേരെ വൈകിട്ട്. ചെറുപ്പത്തിലെ കരാറിലെ 1ാം ക്ലാസ് എന്താ വരുന്നത് അടക്കുക, എന്നിട്ട് വല്ല പോയി വഞ്ചന കാണിക്കുന്ന അവസ്ഥയിലെ സഹോദര. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, കരാറ് ചെയ്താൽ ലംഘിക്കരുത്, പാലിക്കണം, വാക്ക് പറഞ്ഞാൽ പാലിക്കണം. അവസാനം അല്ലാഹു പറയുന്നത് 7ാമത്തത് വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, അവരവരുടെ നിസ്കാരങ്ങളുടെ മേലിൽ അതീവ സൂക്ഷ്മത പുലർത്തുന്നവരാണ്. നിസ്കാരങ്ങളുടെ മേലിൽ സമയബന്ധിതമായി നിസ്കരിക്കുന്നു. ആദ്യം പറഞ്ഞതോ ഇത് ഒലക്കൊക്കെ ചുറ്റിട്ടതുപോലെ. അള്ളാന്റെ റസൂല് പറഞ്ഞത് 10 ആയത്തിലുള്ള കാര്യം ശ്രദ്ധിക്കണം എന്നാണ്. 1 നിസ്കാരത്തിൽ ഭക്തി, 2 അനാവശ്യമായ കളികൾ ഒഴിവാക്കുക, 3ാമത്തത് സക്കാത്ത് കൊടുക്കണം, 4ാമത്തത് ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കണം, 5ാമത്തത് വിശ്വസിച്ചേൽപ്പിച്ചതിൽ സത്യസന്ധത പുലർത്തണം, 4 കരാറ് പാലിക്കണം, 7ാമത്തത് നിസ്കാരം സമയബന്ധിതമായി നിർവഹിക്കണം. ആ വിഷയത്തിൽ സൂക്ഷ്മത വേണം. എന്നിട്ട് അല്ലാഹു ഇങ്ങനെ പറഞ്ഞു, ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അവർ ഫിർദൗസ് അനന്തരമെടുക്കുന്നവരാണ്.
റസൂൽ പറഞ്ഞ നിങ്ങൾ ചോദിക്കുമ്പോൾ ഫിർദൌസ് തന്നെ ചോദിച്ചോളിന്ന. ഫിർദൌസ് തന്നെ നേരെ ചുറ്റുമതിലുകൾ കൊടുത്ത തോട്ടത്തിനാണ് ഫിർദൌസ് എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനമാണ് ജന്നാത്തുൽ ഫിർദൌസ്. ആ ജന്നാത്തുൽ ഫിർദൌസ് കിട്ടാൻ അള്ളാഹു 7 കാര്യങ്ങൾ പറഞ്ഞപ്പോ അതിൽ ആദ്യം അവസാനം നിസ്കാരം പറഞ്ഞു. ഒന്ന് നിസ്കാരത്തിന്റെ അകത്തുള്ള ഭക്തി, രണ്ടാമത്തത് നിസ്കാരം സമയം പാലിക്കുക എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ പോരാ, നിസ്കാരത്തിന് ഒരു ടൈമുണ്ട്, ആ ടൈമിൽ നിസ്കരിക്കുക. വല്ലപ്പോഴും നിസ്കാരങ്ങാനും നഷ്ടപ്പെട്ടാൽ വേഗം കളാ കിട്ടും. നഷ്ടപ്പെടരുത്. നമ്മുടേതല്ലാത്ത കാരണത്താൽ നഷ്ടപ്പെട്ട കുറ്റക്കാരല്ല, ഉറങ്ങിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങിപ്പെടും എന്നുണ്ടെങ്കിൽ ആളെ ഏൽപ്പിക്കണം. അത് ശ്രദ്ധിക്കണം. ഇപ്പൊ ലോഹർക്ക് ബാങ്ക് കൊടുത്തു, അവന് ലോഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങി. അവൻ ഉറപ്പാണ് ഒരു 2 മണിക്കോ എഴുന്നേൽക്കും, ആ കുഴപ്പമില്ല. നേരെ മറിച്ച് അവൻ ഒരു കാര്യം ഉറപ്പാണ്, കടന്നാ പിന്നെ എന്തായിരുന്നാലും പിടുത്തം വിട്ട് ഉറങ്ങും. അങ്ങനത്തെ അവൻ ലോഹർ നിസ്കരിക്കാതെ കടന്നു, പിന്നെ അസർക്ക് ബാങ്ക് കൊടുത്തിട്ട് എഴുന്നേറ്റ് ഉറങ്ങിയതല്ലേ. നമ്മളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകിൽ അവനെ പെണ്ണുങ്ങളെ ഏൽപ്പിക്കണം. പെണ്ണുങ്ങൾ ചിലപ്പോൾ മറക്കും, മൊബൈലിനെ ഏൽപ്പിച്ചാൽ മതി. അതാ നല്ലത്, അതിലേറെ നല്ലത്. ഒരേ അളവുമില്ല, നമ്മൾ ചിന്തിക്കണം. ഇപ്പതാ ലോഹറിന് ബാങ്ക് കൊടുത്തു, നമ്മൾ ബസ്സിലാണ്. ലോഹർക്ക് ബാങ്ക് കൊടുത്തപ്പോ നമ്മള് പെരിന്തൽമണ്ണെന്ന് കൂടലങ്ങാടിക്ക് ബസ്സിലാണ്. നമ്മള് അങ്ങാടിപ്പുറത്ത് എത്തിയിട്ടുണ്ട്. എന്നാ അപ്പം മനസ്സിലാക്കി അതാണ് ഇൻഷാ അല്ലാഹ് 2:45 ആവുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ കൂടലങ്ങാടി എത്തും, അവിടെ നിസ്കരിക്കാം. കരുതണം. അങ്ങനെ കരുതിയിട്ട് ഇവിടെ എത്തുന്നതിന് മുമ്പ് മരിച്ചാല് കുറ്റക്കാരനല്ല. നേരെ മറിച്ച് ലോഹർക്ക് ബാങ്ക് കൊടുത്തു, ഒരു ലോഹർക്ക് ബാങ്ക് കൊടുത്ത ഉടനെ ഒരാൾക്ക് ഒളു എടുത്ത് വേഗത്തിൽ നിസ്കരിക്കാൻ എത്ര സമയം വേണം? ആ സമയം കഴിഞ്ഞിട്ടാണോ മരിച്ചതെന്നുണ്ടെങ്കിൽ ഓനെ ഉത്തരവാദിയാവും. അതാണ് സമയമായ നമ്മൾ മനസ്സിൽ കരുതണം, ഇന്ന സമയത്ത് നിസ്കരിക്കണം. കരുതിയിട്ടില്ലെങ്കിൽ ആ നിസ്കാരത്തിനോ മസൂല. അപ്പൊ ലോഹർക്ക് ബാങ്ക് കൊടുത്ത് നമ്മൾ നിസ്കാരത്തിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മരിച്ചു, കുറ്റക്കാരനാണ്. കാരണം അതിന്റെ അടിയിൽ നിസ്കരിക്കാനുള്ള സമയം കിട്ടിയല്ലോ. മരിക്കുന്നവനെ അറിയില്ല, അതുകൊണ്ടൊക്കെ കരുതണം. അത്രയും പ്രധാനപ്പെട്ട കാര്യം, അത്രക്കും പ്രധാനപ്പെട്ട. പലപ്പോഴും ഇതിന്റെ ഗൗരവം ആൾക്കാർ ഉൾക്കൊള്ളുന്നു. ഈ അടുത്ത് ഞാനൊരു പരിപാടിക്ക് പോയി. എനിക്ക് ഭയങ്കര സങ്കടം. ഇപ്പൊ അടുത്തൊന്നും ഇങ്ങനെ ഒരു സങ്കടം വന്നിട്ടില്ല. സങ്കടം വരാൻ കാരണം മഗ്രിബ് നിസ്കരിച്ചിട്ടാണ് പരിപാടി തുടങ്ങിയത്. ഇഷാക്കൊക്കെ ബാങ്ക് കൊടുത്ത് കുറെ കഴിഞ്ഞിട്ടാണ് പരിപാടി നിർത്തിയത്. പരിപാടി കഴിഞ്ഞ ഉടനെ സംഘാടകരെ അനൗൺസ് ചെയ്തു, ചീരിനി ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് വാങ്ങിയിട്ട് എല്ലാവരും പോകാൻ പാടുള്ളൂ. വിശ്വസിക്കാറ് മനുഷ്യന്മാർക്ക് പള്ളിയിൽ നിന്നാണ് ഇറങ്ങുന്നത്. എന്തൊരു വേദന. ഞാൻ പറഞ്ഞു, സംഘാടകർ വല്ലാത്തൊരു പണിയാണ്. ഞാനത് പ്രത്യേകം പറയാതിരുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ്. മഗ്രിബിന്റെ ശേഷം തുടങ്ങിയ പരിപാടി പള്ളിന്റെ ഉള്ളിൽ നടക്കുന്നത് ഇശാക്ക് ബാങ്ക് കൊടുത്തതിന്റെ ശേഷം പിന്നെ അത് പിരിച്ചുടുമ്പോൾ വിശ്വസിക്കാതെ മനുഷ്യന്മാർ പോകാൻ എമ്മാതിരി തല്ലല്ലണം. എന്തിനാ പരിപാടി? ചിന്തിക്കണ്ടല്ലേ, ശ്രദ്ധിക്കണ്ടല്ലേ? എത്രമാത്രമല്ലേ പ്രശ്നങ്ങളാണ്. കുറച്ചാൾക്കാർ നിസ്കരിച്ചു, ആരും നിസ്കരിച്ചിട്ടില്ല. പക്ഷെ എല്ലാവരും നിസ്കരിക്കേണ്ടതായിരുന്നു. ആ ജമാഅത്തിൽ പങ്കെടുത്ത് എന്നിട്ട് കൊടുത്താൽ മതിയല്ലോ ചെയ്യുന്നു. സഹോദര, അബദ്ധമാണത്. നിസ്കാരത്തിന് നമ്മൾ വളരെയധികം പരിഗണിക്കേണ്ടതാണ്. അള്ളാഹു പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ന്യൂനതകളും ഒരുപാട് പ്രയാസങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരല്പ നേരത്തെ നിർത്താം. എല്ലാവരും ഷെയറുള്ളവരാണ്. ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അത് ധൃതി പിടിച്ചു പോയാൽ ഒന്നും പറയാം ഉണ്ടാവില്ല. ഇന്ന ഹഉലാഇ യുഹിബ്ബൂനൽ ആജില എന്നത് മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അപ്പൊ വസബ്ബിഹു ലൈലൻ തവീല 26ാമത്തെ ആയത്തിനാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇനി അടുത്ത ആയത്തുകളൊക്കെ അല്പം വിശദീകരണമുള്ളതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞതിൽ 5 നേരത്തെ നിസ്കാരം സമാധാനത്തിന് ഏറ്റവും നല്ല വഴിയാണ്. ദിക്റാണത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിലുള്ള ദിക്റിൽ മാത്രമാണ് സമാധാനം. സമാധാനം ഉണ്ടാകാൻ ഏറ്റവും നല്ലൊരു വഴി. അപ്പോ മാനസിക രോഗമുള്ള ആളുകൾക്ക് രോഗവിദഗ്ധർ പറയുന്ന, ഡോക്ടർമാർ പറയുന്ന
വലിയ വലിയ ആളുകൾ പറയുന്നത് ഒരല്പസമയം ഒരൊറ്റ പോയിന്റിലേക്ക് മാത്രം ചിന്തിച്ചു നിൽക്കണം. നമുക്കൊരു ദിവസം 5 നേരം വേണം ഒറ്റ പോയിന്റിലേക്ക്, അള്ളാഹുലേക്ക് മാത്രം. അതിൽ അലംഭാവം ഉണ്ടാകരുത്. 24 മണിക്കൂറിൽ 17 റക്അത്തിന് 1 മണിക്കൂർ വേണം. 23 മണിക്കൂർ പുറത്താണ് നമ്മൾ ഓർക്കുന്നത്. 24 മണിക്കൂറിൽ 5 നേരത്തെ നിസ്കാരത്തിന് ആകെ സഹോദര നമുക്ക് വേണ്ടത് 1 മണിക്കൂർ വേണ്ട. എന്നിട്ട് പോലും അത് കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ അർത്ഥം എന്താ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെ ലത്തീഫാക്കാന്റെ ഉപ്പ തീരെ സുഖമില്ലാതെ കുറച്ച് പ്രയാസത്തിലാണ്. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഫോൺ വന്ന് അദ്ദേഹം പോയതാണ്. ദ്വാരക്കാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു തആല പരിപൂർണമായിട്ടും അദ്ദേഹത്തിന് ശിഫ നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. അതുപോലെ മരണപ്പെട്ടു പോയ ഉപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ ക്ലാസ് റൂമിലെ ഒരു സഹോദരനാണ് ഇന്നത്തെ ചായക്കും കടിക്കൊക്കെ ചെലവ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു തആല ആ സഹോദരന്റെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നല്ല റാഹത്തായ രൂപത്തിൽ ചായയും കടിക്കുന്ന നൽകിയതാണ്. അള്ളാഹു അതിന്റെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ക്ലാസ് റൂം വഴി ഇത് ക്ഷമിക്കുന്ന ആ സഹോദരന്റെ മരണപ്പെട്ടു പോയ ഉപ്പാന്റെ ഉമ്മാന്റെയും പേരിൽ ഒരു ഫാത്തിഹ ഓതി നമുക്ക് ദ്വാരന്നിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം. فاعلم أنه لا إله إلا الله 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 أستغفر الله العظيم 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 اللهم صل على محمد والآل كلهم وسلم 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 الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب
الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയത് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകൾ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിലുള്ള എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ പൂർണ്ണമായി ഭേദമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ മാരകമായ രോഗം ആർക്കും നൽകല്ല റഹ്മാനെ. ശരീരം തളർന്ന് കിടക്കുന്ന അവസ്ഥ നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽപ്രവർത്തനങ്ങൾക്കും പരിപൂർണ പ്രതിഫലം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ദുനിയാവ് കാലം ഞങ്ങളുടെ പരലോകം നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. നരകം നിർബന്ധമാകാൻ കാരണമാകുന്ന ഒരു സുഖവും ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ. ദുനിയാവിൽ നീ നൽകിയത് കാരണം നാളെ പരലോകത്തിൽ കുറവ് വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവർ, അതുപോലെ ഇത് കേൾക്കുന്ന ക്ലാസ് റൂം വഴിയും മറ്റും ശ്രവിക്കുന്ന വിദേശത്തും മറ്റുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവർക്കും അവരുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, കഷ്ടപ്പെട്ട് ജോലിക്ക് വിദേശത്ത് പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് റാഹത്ത് നൽകണേ റഹ്മാനെ. ഒരപകടത്തിലും അവരെ പെടുത്തല്ല റഹ്മാനെ. ഒരു മുസീബത്തിലും അവരെ പെടുത്തല്ല റഹ്മാനെ. അവരുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഖൈറും റാഹത്തും നൽകണേ റഹ്മാനെ. അന്തസ്സും അഭിമാനവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിന് സമയം ചെലവഴിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ റഹ്മാനെ. ഈമാനോടുകൂടെ മരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറുകളെ വിശാലമാക്കണേ റഹ്മാനെ. ജ്യേഷ്ഠാനുജന്മാരുടെ ഖബറുകളെ വിശാലമാക്കണേ റഹ്മാനെ. മക്കളുടെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. ഭാര്യമാരുടെ ഭർത്താക്കന്മാരുടെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. പ്രത്യേകം മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി ചായക്ക് ചെലവ് ചെയ്ത ഞങ്ങളുടെ സഹോദരന്റെ അല്ലാഹുവേ, മാതാപിതാക്കളുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഇഖ്ലാസും ആബിദത്തെയും അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആ സഹോദരൻ ചെലവ് ചെയ്തത് സ്വീകരിക്കണേ റഹ്മാനെ. അവരുടെ മാതാപിതാക്കളുടെ ബർസഖിയായ ജീവിതം വെളിച്ചമാക്കി കൊടുക്കണേ റഹ്മാനെ. ഖബറിൽ റൗഹും റൈഹാനും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ആരടി മണ്ണ് വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാ ഹസനാത്തുകളും സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാ സയ്യിആത്തുകളും പുറത്തു കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളുടെ ഇന്നൊക്കെ മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ വിശാലമാക്കണേ റഹ്മാനെ. പടച്ചവനെ, ലോകത്ത് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഫലസ്തീനിൽ സമാധാനം നൽകണേ റഹ്മാനെ. ഫലസ്തീനിലെ സത്യവിശ്വാസികൾക്ക് രക്ഷ നൽകണേ റഹ്മാനെ. ഇസ്രായേലിന്റെ കുതന്ത്രങ്ങളെ തകർത്ത് കളയണേ റഹ്മാനെ. സ്വച്ഛാധിപതികളായ ഭരണാധികാരികൾ സത്യവിശ്വാസികൾക്കെതിരെ ഗൂഢതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനെത്താതെ അതിനെ തടയണേ, അതിനെ തകർത്ത് കളയണേ റഹ്മാനെ. സിറിയയിലെ രക്ഷ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, യമനിലും ഇറാഖിലും പ്രശ്നങ്ങൾ തീർക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സൗദിയിലടക്കമുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് രക്ഷ നൽകണേ റഹ്മാനെ. ആക്രമണങ്ങളും സ്ഫോടനങ്ങളും നിരന്തരം നടക്കുന്ന സമയം അല്ലാഹുവേ, കാക്കണേ റഹ്മാനെ. ഇരു ഹറമുകൾക്ക് സംരക്ഷണം നൽകണേ റഹ്മാനെ. ലോകത്തിന്റെ പല ഭാഗത്തും പ്രയാസങ്ങൾ, പീഡനങ്ങൾ സഹിക്കുന്നവർക്ക് രക്ഷ നൽകണേ റഹ്മാനെ. അയ്യൂബ് നബിയെ, യൂനുസ് നബിയെ, അതുപോലെ തന്നെ മൂസ നബിയെ, ഇബ്രാഹിം നബിയെ, ഇവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുത്ത് ഈ മാസത്തിൽ ഞങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഖൈർ നൽകണേ റഹ്മാനെ. ഇതൊക്കെ അറേഞ്ച്മെന്റ് ചെയ്തവരുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. രോഗങ്ങൾക്കും മറ്റും ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, സാസിലുള്ളവരുടെ ജോലികളിൽ നല്ല റാഹത്ത് നൽകണേ റഹ്മാനെ. കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ റഹ്മാനെ.
വീട് നിർമ്മാണം തുടങ്ങിവച്ചവർ അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ റാഹത്ത് നൽകണേ റഹ്മാനെ. കുട്ടികളെ കെട്ടിക്കാനുള്ളവർ, പെങ്ങന്മാരെ വിവാഹം ഉദ്ദേശിക്കുന്നവർ, അവർക്കൊക്കെ നല്ല ഇണകളെ നൽകണേ റഹ്മാനെ. കല്യാണം ഉദ്ദേശിക്കുന്ന സഹോദരങ്ങൾക്ക് നല്ല ഭാര്യമാരെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ വീടുകളിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. അസൂയാലുക്കളുടെ ശറിൽ നിന്ന് കാക്കണേ റഹ്മാനെ. മാരണക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നാളെ പരലോകത്തെ അർശിന്റെ നിഴൽ നൽകണേ റഹ്മാനെ. പുണ്യനബിയുടെ ശഫാഅത്ത് നൽകണേ റഹ്മാനെ. അമ്പിയാക്കൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. റഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്